ഹലോ സർ. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം കാണുന്നില്ല. ഓൺ ചെയ്യാൻ ആ. നമസ്കാരം സർ. നമസ്കാരം. അപ്പം വീണ്ടും ടീച്ചിങ് ആസ്പിരൻസിലേക്ക് സ്വാഗതം. സാറിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സാർ ഓക്കെ അല്ലേ? യാത്രയൊക്കെ കഴിഞ്ഞു. ഓക്കെ. അവർക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. സാറ് തുടങ്ങിക്കോ. നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ PCPTക്ക് വേണ്ടി വിദ്യാഭ്യാസ പദ്ധതികളെ പറ്റി ഞാനിതേപോലെ സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് കേട്ട് കാണുമെന്നാണ് യൂട്യൂബിൽ. ഞാനിന്നത് വീണ്ടും കേട്ടിട്ടുണ്ട്. അതിനകത്ത് അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങളത് കേട്ട് കാണുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പറയുന്ന ഞാൻ ഇപ്പോൾ പറയാൻ പറ്റുന്നത് നമുക്കറിയാം, പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്ന സമയമാണ്. ഇപ്പോൾ പുതിയ പുസ്തകം എന്ന് പറയുന്നത് 1, 3, 5, 7, 9 ക്ലാസ്സിലെ പുസ്തകങ്ങൾ പുതിയ പുസ്തകമാണ്. അതേപോലെ ഇപ്പോൾ 2, 4, 6, 8 ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം പുതിയ പുസ്തകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പാഠ്യപദ്ധതിയായി ബന്ധപ്പെട്ട ഒരുപക്ഷെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ആദ്യമായ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം ശരിയായ രീതിയിൽ നടന്നത് DPEPയുടെ കാലഘട്ടത്തിലാണ്. അതൊരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും ഒരു പാഠ്യപദ്ധതി പരിഷ്കരണത്തെ പറ്റി പറയുമ്പോൾ ആ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ കാര്യം അതിനു മുമ്പുണ്ടായിരുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 1ാം ക്ലാസ്സിലെ പുസ്തകം എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തറ, പറ, പന എന്ന് പറയുന്ന രീതിയിലുള്ള പുസ്തകങ്ങളായിരുന്നു. അങ്ങനെയുള്ള കുറെ അങ്ങനെയുള്ള ചില വാക്കുകളിൽ നിന്ന് തുടങ്ങി പിന്നെ ഏറ്റവും അവസാനം ആ പുസ്തകത്തിനകത്തായിരുന്നു കുഞ്ചിയമ്മ കുഞ്ചു മക്കളുണ്ട്, അഞ്ചാമനോമന കുഞ്ചുവാണി എന്നുള്ള ഇതൊക്കെയുള്ള ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ പദാവതരണ രീതിയാണ്. അക്ഷരമല്ല അവതരിപ്പിക്കുന്നത്, പദമാണ്. പദങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ആ പദങ്ങളിൽ നിന്ന് പിന്നെ വാക്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയിലുള്ള പുസ്തകമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ പുസ്തകം നമ്മുടെ സിലബസിൽ നിന്ന് മാറിയിട്ടും കുറെ നാളുകളോളം ഈ CBSE സ്കൂളുകളിലൊക്കെ ആ പുസ്തകം തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ അത് തന്നെ ഉപയോഗിക്കുന്നത് തോന്നുന്നു. പക്ഷേ ആ പദാവതരണ രീതിയിൽ നിന്നും മാറിയിട്ട് ആശയാവതരണ രീതി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ 1ാം ക്ലാസ്സിലെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്ലാസ്സിലെ പുസ്തകങ്ങൾ മാറിയത് ഈ DPEPയുടെ സമയത്താണ്. ഇപ്പോൾ DPEP എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്നാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. പക്ഷെ ആ വിദ്യാഭ്യാസ പദ്ധതി എല്ലാവരും പറയുന്നതിലൂടെ തന്നെ ലോകബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ നടപ്പിലാക്കിയത്. പക്ഷേ ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അവിടുത്തെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക ഉണ്ടായിട്ടില്ല. പാഠ്യപദ്ധതി പരിഷ്കരിക്കുക അല്ലെങ്കിൽ പുസ്തകങ്ങൾ മാറുക ചെയ്തത് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ ശക്തമായ എതിർപ്പുണ്ടായി. അന്നത്തെ ആ പുസ്തകത്തിന്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പേരൊക്കെയായിരുന്നു. ഈ കണക്കിന്റെ പുസ്തകത്തിന്റെ പേര് കുന്നിമണി എന്നായിരുന്നു. അതേപോലെ ഈ കറുക എന്നായിരുന്നു. അതേപോലെ മലയാളത്തിന്റെ പുസ്തകത്തിന്റെ പേര് പരിസര പഠനത്തിന്റെ പുസ്തകത്തിന്റെ പേര് മിന്നാമിന്നി എന്നായിരുന്നു. പക്ഷെ ആ പുസ്തകം കുറച്ച് നാൾ മാത്രമേ ആ പുസ്തകം നിലനിന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുസ്തകങ്ങൾ വന്നപ്പോഴും പിന്നെ വന്ന പുസ്തകങ്ങളിലും ഏതാണ്ട് അതിനകത്തെ ഒരു സമീപനത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ ഒരു സമീപനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴും നമുക്കറിയാം 1ാം ക്ലാസ്സിൽ ആശയാവതരണ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒരുപക്ഷെ അതിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വിമർശനം ഇന്നും ഈ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പാരമ്പര്യവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇന്നും അതിനെതിരെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന് പറയുന്ന തരത്തിൽ കേരളത്തിൽ ആ ഒരു കാര്യം വന്നത് ആ സമയത്താണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ഈ 2000 കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ ഒരു പക്ഷേ ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കരിക്കുലം ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉണ്ടായതിൽ കേരളത്തിലെ ഈ കാര്യങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. കാര്യം ഇന്ത്യയിൽ തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു പരിഷ്കരണം വന്നതെന്ന് പറഞ്ഞാൽ
നമ്മൾ NCF എന്ന് കേട്ടിട്ടുണ്ട്. NCF 2005 2005 യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു കേന്ദ്രത്തിന്റെ തലത്തിൽ ഏറ്റവും നല്ല ഒരു പരിഷ്കാരം വന്നത്. അത് യഥാർത്ഥത്തിൽ 2005 2005 NCF അതെന്താണ് ആ ഒരു തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു രീതിയിലേക്കുള്ള ഒരു മാറ്റം വരുന്ന രീതിയിലേക്ക് വന്നത്. പക്ഷേ ഈ 2000-ലും 2005-ലും ഒക്കെ നടന്ന ഈ കരിക്കുലം ഫ്രെയിംവർക്കിൽ രണ്ടിനും നേതൃത്വം കൊടുത്ത ഒരാളാണ് പ്രൊഫസർ യശ്പാൽ എന്ന് പറയുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യശ്പാൽ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പരിഷ്കരണത്തിലെ പല നിർദ്ദേശങ്ങളിലും കേരളത്തിൽ DPP-യുടെ കാലഘട്ടത്തിൽ നടത്തിയ പരിഷ്കാരങ്ങളിലെ ചില സ്വാധീനങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കാര്യം ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിലവിലിരുന്ന വിദ്യാഭ്യാസ രീതിയെ പറ്റി പഠിച്ചിട്ട് ആ പഠിച്ച കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേയേറെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനമായിട്ട് പറയാവുന്ന ഏറ്റവും പുതുമയാർന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായ യഥാർത്ഥത്തിൽ ആ സമയത്താണ്. കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് ഈ അറിവിനെ സ്കൂളിന്റെ പുറത്തുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കുക. അപ്പൊ അന്നത്തെ ഈ 2005 NCF-ലെ ഒരു നിർദ്ദേശമായിരുന്നു അറിവിനെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കുക. ഒരുപക്ഷെ ഇന്ന് നമ്മൾ അതിനെ ഈ ഒരു സാധനത്തെയാണ് ഈ 2000 മുതലോ 2003 മുതലോ നമ്മൾ ഇന്ന് സ്കൂളിൽ ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ആ നിർദ്ദേശത്തിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്കൊരു പക്ഷേ അതിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിൽ രണ്ടാമത്തെ ഒരു നിർദ്ദേശം അത് തന്നെയാണ് ക്ലാസ് മുറിക്ക് പുറത്തേക്ക് ബന്ധിപ്പിക്കുക. ക്ലാസ് മുറിക്ക് പുറത്തേക്ക് ബന്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറയുന്നത് കാമ്പസ് ഒരു പാഠപുസ്തകം എന്നാണ് പറയുന്നത്. സ്കൂളിന്റെ കാമ്പസ് ഒരു പാഠപുസ്തകം എന്നാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ചിന്തയിലേക്കൊക്കെ നയിച്ചത് യഥാർത്ഥത്തിൽ ആ പാഠ്യപദ്ധതിയിലെ അതിനകത്തെ നിർദ്ദേശങ്ങളാണ്. പിന്നെ അതേപോലെ കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക, അതിനകത്ത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പരീക്ഷകൾ കുറച്ചുകൂടി അയവുള്ളതാക്കുക. അതേപോലെ അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നതിന് കുട്ടികൾക്ക് അവസരം ഉണ്ടാകുക. ഒരുപക്ഷെ നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ പോലും ഈ ഒരു ജനാധിപത്യപരമായ രീതി വന്നത് ഒരുപക്ഷെ ഈ വോട്ടെടുപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്ന ഒരുപക്ഷെ അതിന് ശേഷമാണ്. ഇപ്പൊ നമുക്കറിയാം പല സ്കൂളുകളിലും ഈ പറയുന്ന ബാലറ്റ് പേപ്പറും ഒക്കെ വെച്ചുകൊണ്ട് വോട്ടൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഒരുപക്ഷെ അത്തരം ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു നിർദ്ദേശത്തിന് ശേഷമാണ് സ്കൂളുകളിലൊക്കെ അത്തരം ഉണ്ടാകുന്ന മാറ്റങ്ങൾ വന്നത് ഇതിന് ശേഷമാണ്. ഒരുപക്ഷെ പരീക്ഷ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പരീക്ഷ ഈ ഒരുപക്ഷെ വാട്സപ്പിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ കണക്കിന്റെ അല്ലെങ്കിൽ പല വിഷയങ്ങളിലേക്ക് ചോദ്യം ഈ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുന്നതോ അല്ലെങ്കിൽ വളരെ കടുകെട്ടിയായിട്ടുള്ള ചോദ്യങ്ങളോ ഒക്കെയായിരുന്നു. അപ്പൊ അതിൽ നിന്നും മാറിയിട്ട് പക്ഷെ ഇന്നൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനാധിഷ്ഠിതമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിന്തയെ ഉണർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നതും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പരീക്ഷയിൽ വന്ന മാറ്റത്തിന് ശേഷമാണ്. അപ്പോ ഇതിനകത്ത് തന്നെ ചില നിർദ്ദേശങ്ങളായിട്ട് അന്ന് വന്ന നിർദ്ദേശങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ജ്ഞാനനിർമ്മിതിയെ ജ്ഞാനനിർമ്മിതിയാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ കരിക്കുലം ഉൾപ്പെടെ നമ്മൾ കണക്കാക്കുന്നത് ജ്ഞാനനിർമ്മിതിയിൽ അടിസ്ഥാനമാണ്. പുസ്തകങ്ങളും നമ്മുടെ കരിക്കുലവും എല്ലാം ഇപ്പോഴും ഈ 2023 പോലും ജ്ഞാനനിർമ്മിതിയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ജ്ഞാനനിർമ്മിതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കുട്ടി അറിവ് നിർമ്മിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ വൈഗോസ്കിയുടെ ആശയമായിട്ടുള്ള സാമൂഹ്യ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്ന ആശയത്തിലാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് അംഗീകരിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് മുറിയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പോൾ അതേപോലെ നിരീക്ഷണം, പരീക്ഷണം, അതേപോലെ ചർച്ച ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ ഒരു 4-ലൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 76-78 കാലഘട്ടത്തിലൊക്കെയാണ് ആ ഒരു സമയത്ത്. ആ സമയത്തൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ പഠിച്ച പുസ്തകത്തിന്റെ പേര് ശാസ്ത്രം പ്രവർത്തനമാണെന്നാണ്. അപ്പൊ അതിനകത്ത് ഏത് പ്രവർത്തനവും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാം അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങി പോവുകയും പരീക്ഷണങ്ങൾ ചെയ്യുകയും ഈ കുളത്തിൽ പോയി അവിടെയുള്ള വല കൊണ്ടുപോയി അതിനകത്തുനിന്നുള്ള ജീവികളെയൊക്കെ എടുക്കുകയും അങ്ങനെയുള്ള എല്ലാ നിർദ്ദേശമുള്ള പുസ്തകമായിരുന്നു. പക്ഷെ ആ പുസ്തകം ക്ലാസ്സിൽ പഠിപ്പിച്ചത് അങ്ങനെയല്ല. അതും കുറച്ചു നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെ ഉള്ള പുസ്തകത്തിലേക്ക് മാറി. ഞാൻ അധ്യാപകനായപ്പോഴത്തേക്ക് ആ പുസ്തകം മാറി. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി രീതി അതിനിടയ്ക്ക് ഒരിക്കൽ വരികയും ആ സാധനം വീണ്ടും പോവുകയും ചെയ്തു. പക്ഷെ പിന്നെ ആക്ടിവിറ്റി രീതിയിലേക്ക് വന്നത് ഈ പറഞ്ഞ ഈ NCF-ന്റെ ഈ ഒരു കാര്യം വന്നപ്പോഴാണ്
ആ ഒരു രീതിക്ക്. അപ്പോൾ അവിടെ നിരീക്ഷണം, പരീക്ഷണം, ചർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നു. അതേപോലെ 2005 NCF പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഈ പഠന മാധ്യമം മാതൃഭാഷയിലായിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പക്ഷേ ഇപ്പോഴും എന്താണ് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് പഠന മാധ്യമം മാതൃഭാഷയായിരിക്കണമെന്നാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഇന്ന് ഒരു സ്കൂളിലും മലയാളം മീഡിയം സ്കൂളുകളില്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. ഉള്ള സ്കൂളുകളിലൊക്കെ തന്നെ ഡിവിഷനിൽ തന്നെ വളരെ കുറച്ച് കുട്ടികളാണ് പഠിക്കുന്നത്. പക്ഷേ അന്നത്തെ ഈ നിർദ്ദേശം അത് തന്നെയായിരുന്നു. അതേപോലെ പിന്നെ നിരന്തരവും സമഗ്രവുമായി വിലയിരുത്തൽ. ഞാൻ വിലയിരുത്തലിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പരീക്ഷാ രീതിയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ നിർദ്ദേശം ഇങ്ങനെ വന്നതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നും നമ്മൾ വിലയിരുത്തലിനെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിനകത്തൊക്കെ ഒരുപക്ഷെ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യങ്ങളിലൊക്കെ വിലയിരുത്തലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിൽ ഇതല്ല ഒരു ടേമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവസാനമുള്ള വിലയിരുത്തലല്ല. ആ പഠന പ്രവർത്തനം നടത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ വിലയിരുത്തൽ നടക്കണമെന്നുള്ള കാഴ്ചപ്പാട് ഇതിനകത്ത് മുന്നോട്ട് വെച്ചിരുന്നു. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് അറിവിനെ വിവരവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ടും രണ്ടാണ്. ഇപ്പം നമുക്ക് ഇപ്പൊ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അറിവെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉയർന്ന ഒരു തലത്തിലാണ് കാണുന്നത്. പക്ഷെ വിവരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കേവലമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേവലമായ ഒരു ഈ വിവരത്തെ അറിവായിട്ട് നമ്മൾ കാണരുത്. അപ്പൊ അറിവെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉയർന്ന തരത്തിലാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വിവരങ്ങളെയും യഥാർത്ഥ അറിവിനെയും ഒക്കെ ഒന്നിച്ചാക്കി കൂട്ടിക്കുഴച്ച് ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലാവുകയും യഥാർത്ഥ അറിവ് ഏതാണ്, അല്ലെങ്കിൽ അല്ലാതെ ഒരാളുടെ അനുഭവത്തിൽ നിന്ന് അയാൾ പറയുന്ന ഏതാണെന്നൊക്കെ തിരിച്ചറിയാത്ത, അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ കുറച്ചുകൂടെ സ്വയമായിട്ട് ആ കാര്യം പറയാം. അപ്പൊ ഇതെല്ലാം അതേപോലെ പ്രീ പ്രൈമറിയിൽ കളിയിൽ കൂടിയുള്ള പഠനം വേണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം വെച്ചത്, ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ ഈ സമയത്തുള്ള 2005 NCF ഭാഗമായിട്ടാണ്. ഞാനിത് പറയുന്നത് ഇന്നും അതിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ല. ഈ NCF പിന്തുടർന്നു 2005 NCF പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം അന്ന് നടന്നത് 2007. അപ്പോൾ 2007 നടന്നപ്പം ഇതേ കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തെക്കാൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ പരിഷ്കരണം നടത്തിയത്. ഈ NCF 2005 പറഞ്ഞ നിർദ്ദേശങ്ങളെക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന്, പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് വേണ്ടത്. കുട്ടിയെ കേന്ദ്രീകരിച്ച്, കുട്ടിയാണ് പഠനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറി, അല്ലെങ്കിൽ അത് നമ്മൾ അന്നാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതേപോലെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവും വിമർശനാത്മക ബോധനവും. അപ്പോൾ ജ്ഞാനനിർമ്മിതി എന്ന് അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയായിട്ട് കണ്ടു. അതേപോലെ വിമർശനാത്മക ബോധനം, ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ആശയം. പക്ഷേ ഈ വാക്കുകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വിസ്തീർണം എനിക്ക് തോന്നുന്നത് വേണമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അനുജയുടെ ആ വീഡിയോ കണ്ടായിരുന്നു. അതിനകത്ത് വിമർശനാത്മക ബോധനത്തെ പറ്റിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിനെ പറ്റി പറയുന്നത്, അത് ഞാനത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കി. അതിനകത്ത് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ചോദിക്കാം, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഇതെല്ലാം എന്താണ് എന്ന് ചോദിക്കാം. വിമർശനാത്മക ബോധനം എന്ന് പറയുന്നത് ഏതാ എന്ന് പറഞ്ഞാൽ ഒരു പഠന പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ടീച്ചർ പറയുന്ന കാര്യത്തിന്റെ ശരിയും തെറ്റും വിശകലനം ചെയ്തുകൊണ്ട് അതിന്റെ തലനാരിഴ കീറിക്കൊണ്ട് അത് ശരി ഏതാണ് തെറ്റാണെന്ന് വിശകലനം ചെയ്യാനും ഓരോ കുട്ടിയെയും പ്രാപ്തനാക്കുന്ന, അവന്റെ ചിന്തയെ ആ രീതിയിലേക്ക് നയിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു ചിന്താ പ്രക്രിയയിലൂടെ കുട്ടി കടന്നു പോകുമ്പോൾ മാത്രമേ ആ രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ. പിന്നെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അന്ന് മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാഠങ്ങൾ, ലോക്കൽ ടെക്സ്റ്റ്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോക്കൽ ടെക്സ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നമ്മൾ തയ്യാറാക്കുന്ന പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ കുട്ടിക്കും വേണ്ടിയുള്ള പാഠപുസ്തകമാണ്. NCERT തയ്യാറാക്കുന്ന പുസ്തകമാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കുട്ടിക്കുള്ള പാഠപുസ്തകമാണ്. അപ്പോൾ അവിടെ അതിന് പ്രാദേശികമായ ഭേദങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാര്യത്തിനനുസരിച്ച് ആ പാഠപുസ്തകത്തിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ അതൊന്നും ഒരിക്കലും ഈ ആശയം ഒരു തലത്തിൽ വരുന്നതല്ലാതെ അത് പലപ്പോഴും പ്രായോഗികമായിട്ടില്ല. പക്ഷെ അങ്ങനെ പ്രായോഗികമായ ചില 1-2 സന്ദർഭങ്ങൾ ഞാൻ പറയാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ ആദിവാസി മേഖലകളിലെ പാഠപുസ്തകങ്ങളാണ്. ആദിവാസി മേഖലകളിലെ പാഠപുസ്തകങ്ങൾ പലപ്പോഴും അവരുടെ ഭാഷയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രാദേശികമായ ഭാഷയിലേക്ക് ആ പുസ്തകത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഭാഷ മാറ്റിക്കൊണ്ട്
അവരുടേതായ ഭാഷയിലേക്ക് ആ പുസ്തകത്തെ മാറ്റുകയും അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ അതൊരു പക്ഷേ അത് യഥാർത്ഥ പ്രാദേശിക പാഠമല്ല, പക്ഷേ അത് അവർക്ക് വേണ്ടി നടത്തിയ ഒരു അഡാപ്റ്റേഷനാണ്. അപ്പോൾ ആ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ അടുത്ത് എന്താണ് ഈ ചടയമംഗലത്തെ ജഡായു പാറയെ പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഇക്കോ ടൂറിസം പദ്ധതിയെ പറ്റിയൊക്കെ ഉള്ള ഒരു പാഠം ഉൾപ്പെടുത്തുകയാണ്. ഇപ്പോൾ കുട്ടി അവിടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഫീൽഡിൽ പോവുകയാണ്. അപ്പോൾ അത് എന്താണ് നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ കുളത്തൂപ്പുഴ പോവുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെയുള്ള വനമേഖലയിൽ പോവുകയാണ്. അപ്പം നമ്മുടെ പ്രദേശത്തുള്ള ഒരു കാര്യം മറ്റു സ്ഥലത്തില്ലാത്ത ഒരു കാര്യത്തെ പറ്റി പഠിക്കുന്ന, അതുകൂടി മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാക്കുന്ന ഒരു ടീച്ചർ തയ്യാറാക്കുന്ന പാഠമാണ്. തൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർ അങ്ങനെ തയ്യാറാക്കുന്ന ഒരു പാഠമാണ് പ്രാദേശിക പാഠം എന്ന് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ മുമ്പോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഇപ്പോഴും നമ്മുടെ പാഠ്യപദ്ധതി കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ആരും അങ്ങനെ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രാദേശിക പാഠം. പിന്നെ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനം. ഈ രണ്ടാശയവും 2007 KCF-ന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും അത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു അറിയാമോ നിങ്ങൾക്ക്? സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഈ ഇന്റർവ്യൂവിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾ ഈ LP UP പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ 2-3 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിക്കും, മറ്റൊരു ഗ്രൂപ്പിലെ ആൾക്കാർ വേറൊരു കാര്യം പഠിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ചോദിക്കും. ആ ചോദിക്കുന്നതാണ് സഹകരണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സഹകരണാത്മക പഠനത്തിന്റെ ഒരു തലമാണ്. പക്ഷേ അതെന്തായി മാറുന്നത്, സഹവർത്തിത പഠനമായി മാറുന്നത് നിങ്ങൾ ഒന്നിച്ചൊരിടത്ത് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിക്കുമ്പോഴേ സഹകരണാത്മക പഠനമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇടകലരാനുള്ള അവസരം വേണം. മറ്റേത് ഒരുപക്ഷെ നമ്മൾ പല ഗ്രൂപ്പുകളായി മാറിയിരിക്കുകയാണ്. ആ ഗ്രൂപ്പുകൾ ആവശ്യമുണ്ടപ്പോൾ സഹായിക്കുന്നു, അത് ഒരു സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. അപ്പൊ അതാണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. പക്ഷെ കൊളാബറേറ്റീവ് ലേണിംഗ്, കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഇടകലരാണ്. അപ്പോൾ ഗ്രൂപ്പുകളായി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലെ ആളുകൾ പരസ്പരം ഇടകലരുകയും ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കൊളാബറേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പഠനം യഥാർത്ഥം നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കേണ്ടത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. സഹകരണാത്മക പഠനത്തെക്കാൾ കൂടുതൽ നടക്കേണ്ടത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. കാര്യം അവിടെ അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളിൽ ഇടകലരുന്ന, ആ ഗ്രൂപ്പിൽ ഇടകലരുന്നതിലൂടെയാണ് ഒരാളിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു പക്ഷേ അറിവിൽ കാര്യങ്ങളിൽ പിന്നിലായ ഒരാൾ കൂടി മുമ്പോട്ട് വരാൻ പറ്റുന്നത്. എല്ലാവരും ഒരേപോലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ സഹകരണാത്മക പഠനം മതി. ചെറിയ ഒരാൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മറ്റൊരാൾ സഹായിക്കുന്നു, ആ രീതിയിൽ. പക്ഷേ ഏതാണ് എന്നൊരു ചോദ്യം യൂട്യൂബിൽ പലയിടത്തും കണ്ടു. അപ്പൊ അവരില് ചിലര് ഉത്തരം പറഞ്ഞത് സഹകരണാത്മക പഠനമാണ് ഉള്ളതെന്നുള്ള രീതിയിൽ. പക്ഷെ സഹവർത്തിതമാണോ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്? അതായത് ചർച്ച, സംവാദം, വിമർശനാത്മകം ഒക്കെ അല്ലേ പറയുന്നേ? ഒരു 1-2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. കൊളാബറേറ്റീവ് ലേണിംഗ് തന്നെ നടത്താൻ പറ്റും, സഹവർത്തിത പഠനം തന്നെ നടത്താൻ പറ്റും, യാതൊരു കുഴപ്പമില്ല. കാര്യം കുട്ടികളെ നമ്മൾ ആ രീതിയിലേക്ക് ശീലിച്ചു കഴിഞ്ഞാൽ അവർ ആ രീതിയിലേക്ക് ചെയ്യുകയും അവർ നന്നായിട്ട് ഇടകലരുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഒരു 3-4 ക്ലാസ് മുതൽ തന്നെ ചെയ്യുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നാല് നമുക്ക് 1-ാം ക്ലാസ്സിൽ 1-2 ക്ലാസ്സുകളിൽ സഹകരണാത്മക പഠനമാണ് കുട്ടികളുടെ നിലവാരത്തിന് അനുയോജ്യമെന്നും 3-4 ക്ലാസ്സുകളിൽ വരുമ്പോഴത്തേക്ക് അതല്ല, നമുക്ക് അങ്ങനെ തീർത്ത് ഈ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തനം അതിന്റെ ഒരു പൂർണ്ണമായ രീതിയിൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ സഹകരണാത്മക പഠനം എന്നല്ല, അവിടെ ഈ കൊളാബറേറ്റീവ് ലേണിംഗ് അതിന്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ നടക്കലെന്നേ പറയാൻ പറ്റൂ. സഹകരണാത്മക പഠനം നമുക്ക് പറയാൻ പറ്റത്തില്ല. സഹകരണാത്മക പഠനം പറയുന്നത് എന്റെ ഒരു വിലയിരുത്തല് ഏതാണ്ട് ഒരേ ഗ്രൂപ്പ് പോലെ വരുന്ന ആൾക്കാർ അവർ തമ്മിൽ സഹകരിക്കുന്നു എന്നുള്ള ഒരു ഇതല്ലാതെ ഒരു പക്ഷേ അതിനകത്തൂടെ ഒരു എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പഠനത്തിൽ പിന്നിൽ നിൽക്കുന്ന ഒരാളിന് കുറച്ചുകൂടെ മുമ്പോട്ട് വരാനുള്ള അവസരം ഉണ്ടാക്കി അവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് വേണം. ഒരു കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന രീതിയിലുള്ള പഠനം വേണമെങ്കിൽ അവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് വേണം. മറ്റേത് ഏതാണ്ട് സമാനമായ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പരിഹരിക്കുന്നു, അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമേ സഹകരണാത്മക പഠനത്തിൽ നടക്കുന്നു. പക്ഷെ നമ്മൾ ക്ലാസ് മുറി പ്രവർത്തനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ കൂടെ മുന്നോട്ട് കൊണ്ടുവരാനാണ്. ആ മുന്നോട്ട് കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം കൊളാബറേറ്റീവ് ലേണിംഗ്. പക്ഷെ ഇപ്പം പറഞ്ഞില്ലേ, ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മെച്ചമാണ്. ഒരു വളരെ മെച്ചപ്പെട്ട ഒരു ക്ലാസ് ആണെങ്കിൽ അവിടെ എപ്പോഴും എന്തിന്റെ ആവശ്യമില്ല, കൊളാബറേറ്റീവ് ലേണിംഗിന്റെ ആവശ്യമില്ല. പക്ഷെ അത് ചിലപ്പോൾ വളരെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ കൂടുതൽ കുട്ടികൾ മെച്ചമാവുന്ന ഒരു സാഹചര്യം. പക്ഷെ ഒരു കുട്ടിക്ക് വേറെ കുട്ടിയിൽ നിന്ന് പഠിക്കുന്ന സാഹചര്യം വേണമെങ്കിൽ അവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് വേണം.
അത് പക്ഷേ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സഹകരണാത്മക പഠനം എന്നുള്ളതല്ല. കൊളാബറേറ്റീവ് ലേണിംഗ് ഒരു പക്ഷേ അത്രയും വിജയിക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 3-4 ക്ലാസ് മുതൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കത്തക്ക രീതിയിലേക്ക് ആ പ്രവർത്തനത്തെ നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രക്രിയാധിഷ്ഠിത പഠനമാണ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് പഠന പ്രക്രിയ എന്നാണ് പറയുന്നത്, പഠന പ്രവർത്തനം എന്ന് പറയത്തില്ല അല്ലെ. നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ തന്നെ അതിനകത്ത് അതിന്റെ എന്താണ്, ഇടത് ദിവസം നമ്മൾ എഴുതുന്ന പ്രോസസ് എന്നാണ് എഴുതുന്നത്. നേരത്തെ എഴുതുന്ന ആക്ടിവിറ്റീസ് എഴുതുന്നത്, ഇപ്പൊ നമ്മൾ എഴുതുന്ന പ്രോസസ് എന്നാണ്. അപ്പൊ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആ പ്രക്രിയക്ക്, നമ്മൾ ക്ലാസ് മുന്നിൽ നടത്തുന്ന പ്രക്രിയക്ക് പ്രാധാന്യം, പ്രവർത്തനം എന്നല്ല പറയുന്നത്, പ്രക്രിയക്കാണ്. ആ പ്രക്രിയ എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തില് ഒരു പ്രവർത്തനം നടത്തുമ്പോഴാണ് അതൊരു എന്താണ്, പ്രക്രിയാബന്ധിതമാണ് എന്ന് പറയുന്നത്. കാര്യം അവിടെ ഒരു പക്ഷേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, ഏത് ചോദ്യം ചോദിക്കണം, ആ ചോദ്യത്തിന്റെ എന്താണ് റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറയണം, എവിടെ നമ്മൾ ഗ്രൂപ്പ് ആക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്താണ് ആ പ്രവർത്തനത്തിന്റെ ഓരോ തലവും നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതൊരു പ്രക്രിയാധിഷ്ഠിതമായ പഠനമായിട്ട് മാറുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഉയർന്ന തലമാണ് എന്താണ് പ്രോസസ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. യഥാർത്ഥി രണ്ടിനകത്തും പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ പോലും ആക്ടിവിറ്റി ഓറിയന്റഡ് എന്ന് പറയുന്ന ഒരു തലത്തെക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിലേക്കാണ് പ്രോസസ് ഓറിയന്റഡ് ആണ്. ആ പ്രോസസ് എന്ന് പറയുന്നത് അവിടെ സൂക്ഷ്മതലത്തിൽ ഞാൻ എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടതെന്നുള്ള ആസൂത്രണം ചെയ്തിട്ട് ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് അതെന്താവുന്ന ഒരു പ്രോസസ് ഓറിയന്റഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണെന്നുള്ളതാണ്. ടീച്ചറുടെ റോൾ ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടി കേന്ദ്രീകൃതമായ പഠനമാണ്. അതായത് ടീച്ചറിന്റെ റോൾ, ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന വാക്ക് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ എന്താണ് അത് പല രീതിയിൽ പറയുന്നുണ്ട്. ടീച്ചർ ഒരു മുതിർന്ന പഠിതാവാണ്, ടീച്ചർ ഒരു എന്താണ് പഠന പങ്കാളിയാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ടീച്ചർ എന്തല്ല, അറിവിന്റെ വിതരണക്കാരനല്ല. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം എങ്ങനെ എടുത്താലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവേണ്ട ഒരു ആശയം, ടീച്ചർ എന്താണ് ഈ അറിവ് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ആളല്ല. ടീച്ചർ എന്താണ് ഒരു അറിവ് കണ്ടെത്താൻ കുട്ടിയെ സഹായിക്കുക മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പൊ കുട്ടിയെ അതിന് സഹായിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ തന്ത്രം അത് രൂപീകരിക്കുന്നതാണ് ടീച്ചറിന്റെ പ്രോസസ്സ്. കുട്ടി അറിവ് നേടാൻ ടീച്ചർ എന്ത് തന്ത്രമാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് രീതിയാണ് ക്ലാസ് സ്വീകരിക്കുന്നത്, ആ രീതി ഏറ്റവും മികച്ച രീതിയിൽ ടീച്ചർ നടപ്പിലാക്കുമ്പോൾ, അത് നടപ്പിലാക്കാൻ ടീച്ചർ കഴിയുമ്പോൾ അതാണ് ടീച്ചറിന്റെ എന്താണ് ക്ലാസ് മുറിയിലെ പ്രോസസ്സ്. ആ പ്രോസസ്സ് എത്ര മികവാർന്ന രീതിയിൽ നടത്തുന്നോ അത്രയും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായി അറിവ് നിർമ്മിക്കാനായിട്ട് കഴിയും. അപ്പൊ അതാണ് ഈ ഒരു തലം. അപ്പൊ ഇതായിരുന്നു ഈ എന്താണ് ഇതിന്റെ KCF-ന്റെ എന്താണ് ഒരു തലത്തിൽ നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് യഥാർത്ഥത്തിൽ ഒരു എന്താണ് KCF പോലെ എന്ന് പറഞ്ഞാൽ, KCF എന്ന് പറഞ്ഞാൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് പോലെ ഒരു കാര്യം ഉണ്ടായില്ലെങ്കിൽ പോലും 2013 കേരളത്തിലെ പാഠപുസ്തകങ്ങൾ മാറിയായിരുന്നു. അപ്പൊ മാറിയതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങൾ അല്പം പിന്നോട്ട് പോവുകയാണ് ചെയ്തത് അന്ന്. എന്ന് പറയാം 2007 ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഓരോരുത്തരും എങ്ങനെയാണ് കാണുന്നത് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനെ കാണുന്നത് എങ്ങനെയാണ്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്നുള്ളതിനെ എന്താണ് വിട്ടുകൊണ്ട് ജ്ഞാനനിർമ്മിതിവാദം മാത്രമേ, കുട്ടി അറിവ് നിർമ്മിക്കുന്ന ഒരു തരം മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ. പറഞ്ഞാൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് കുട്ടി അറിവ് നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു തലം മാത്രമാണ് അന്ന് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ ഒരു മാറ്റം. ഒരു പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിയിൽ നിന്ന് ജ്ഞാനനിർമ്മിതിയിലേക്ക് ഒരു പക്ഷേ അല്പം പുറകോട്ട് പോയി എന്ന് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് പഠന നേട്ടങ്ങൾ, ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്ന ഒരു കാര്യം, പഠന ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പഠന നേട്ടങ്ങളിലേക്കാണ് വന്നത്. അപ്പോൾ എന്താണ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരാശയം, കുട്ടി പഠന നേട്ടങ്ങൾ നേടുക എന്ന് പറയുന്നത്, ഈ പഠന നേട്ടം ലക്ഷ്യം എന്നുള്ള വ്യത്യാസം ഞാൻ പിന്നീട് പറയാം. ഇപ്പോഴത്തെ ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും ഇപ്പൊ നമ്മൾ പഠന ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അന്നേരം ആ ഒരു വ്യത്യാസം പറഞ്ഞുതരാം. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് ആയ ലേണിംഗിലേക്ക് എന്താണ് നമ്മൾ മാറിയത്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എന്താണ് തിരിച്ചു വന്നത്, ഇതെന്താണ് ഈ ഒരു സമയത്താണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങളൊന്നും പുറകോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ നിരന്തരവും സമഗ്രമായ വിലയിരുത്തലിന്റെ കാര്യത്തിൽ, അതേപോലെ എന്താണ് ഈ പ്രക്രിയാധിഷ്ഠിത പഠനത്തിന്റെ കാര്യത്തിൽ, അതായത് ടീച്ചർ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ നിലനിർത്തിക്കൊണ്ട് എന്താണ് ചില കാര്യങ്ങളിൽ മാത്രമാണ് ഒരു ചെറിയ ഒരു മാറ്റം വന്നുകൊണ്ട് എന്താണ് ആ സമയത്ത് പുസ്തകങ്ങൾ പരിഷ്കരിക്കുകയും ആ സമയത്തെ എന്താണ് മാറ്റങ്ങൾ വരികയും ചെയ്തു.
പക്ഷെ അത് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ ആ പുസ്തകം കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇപ്പം നമ്മുടെ 2, 4, 6, 8, 10 ക്ലാസ്സിലെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളാണ്. പക്ഷെ അതിനുശേഷം ഈ ചില ഹൈസ്കൂളിലെ പുസ്തകത്തിനകത്ത് ഈ ചെറിയൊരു മാറ്റം പിന്നീട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന UP ക്ലാസ്സിലെ പുസ്തകങ്ങളിലൊന്നും ഈ 2013 പുസ്തകങ്ങൾക്ക് പിന്നെ മാറ്റം ഉണ്ടായിട്ടില്ല. UP LP ഉള്ള പുസ്തകങ്ങൾ ഇപ്പൊ 2, 4, 6 പുസ്തകങ്ങൾ അന്ന് തയ്യാറാക്കിയ അതേ പുസ്തകം തന്നെയാണ്. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങളൊരു പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഹാൻഡ് ബുക്കിനകത്ത് എന്താണ് പഠന നേട്ടങ്ങൾ എന്നാണ് കാണുന്നത്. ഇപ്പോൾ വന്ന പുതിയ പുസ്തകം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പഠന ലക്ഷ്യങ്ങൾ എന്നാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്താണ് ഈ ഇപ്പോഴത്തെ പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരാളിനെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വരുന്നതെങ്കിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മളോട് എന്താണ് ചോദിക്കാവുന്നതാണ്. ഈ പഠന നേട്ടം എന്താണ്, അല്ലെങ്കിൽ പഠന ലക്ഷ്യം എന്താണ്, അത് ഈ പുസ്തകത്തിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ ചോദിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ പുസ്തകത്തിന്റെ ഹാൻഡ് ബുക്കിനകത്താണ് ഈ കാര്യം ഉള്ളത്. ചില പുസ്തകത്തിന്റെ അവസാനം ഈ കഴിഞ്ഞ ക്ലാസ് പുസ്തകത്തിന്റെ ഏറ്റവും അവസാനം ആ പാഠത്തിലൂടെ നേടേണ്ട പഠന നേട്ടങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിനകത്ത് ഈ കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് വായിച്ചു നോക്കണം. ആ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മളൊന്ന് വായിച്ചു നോക്കണം. അപ്പൊ ആ ഒരു തരത്തിലുള്ള എന്താണ് ഒരു മാറ്റം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ട്. അപ്പൊ അത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ വ്യത്യാസം എന്താണെന്ന് പറയാം. എന്നിട്ട് ഈ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നു പറഞ്ഞാൽ 2023 NCF അടിസ്ഥാനത്തിലാണ്. അപ്പൊ കേരളത്തിൽ കേരളത്തിൽ 2013 പുസ്തകം മാറിയതേ ഉള്ളൂ. പാഠ്യപദ്ധതി മാറിയില്ല എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ മാറുന്നതും പാഠ്യപദ്ധതി മാറുക എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള സാധനം. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് ഇപ്പോഴത്തെ പുസ്തകം മാറിയത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഇപ്പം ഈ ദേശീയ തലത്തിൽ മാറിയപ്പോൾ അവര് കുറേയേറെ മാറ്റം കൊണ്ടുവന്നിരുന്നു. ആ മാറ്റത്തിൽ ഒരുപക്ഷെ 2023 NCFന്റെ ചെയർമാൻ ഈ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ആളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പുള്ളി എനിക്കൊന്ന് ISROയിലേക്ക് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അതേപോലെ ഈ പശ്ചിമഘട്ട ഇതുമായി ബന്ധപ്പെട്ട അതിനകത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാനായിട്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ തലത്തില് ക്ലാസ്സുകളുടെ തലത്തിൽ വലിയ മാറ്റം അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ആ മാറ്റം വന്നിട്ടില്ല എങ്കിലും അവർ 5+3+3+4 എന്നാണ് അതിനകത്ത് പറയുന്നത്. 5+3+3+4 എന്ന്. അപ്പൊ അതിനകത്ത് 5 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ LKG UKG എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പുള്ള ഒരു കൊല്ലം ഉൾപ്പെടെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചേരുന്നതിന് മുമ്പുള്ള 3 കൊല്ലം. ഒരുപക്ഷെ LKG UKG അതിനു മുമ്പ് pre-KG എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ 3 കൊല്ലവും 1ഉം 2ഉം കൂടെ ചേരുന്ന ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ശിശു വിദ്യാഭ്യാസം എന്നുള്ള തലത്തിലാണ് അതിനെ കാണുന്നത്. ആ ഒരു കാര്യത്തെ അവർ കാണുന്നത് ശിശു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സ്റ്റേജ് എന്നാണ് അവർ പറയുന്ന വാക്ക്. ഫണ്ടമെന്റൽ സ്റ്റേജ് എന്നാണ്. ഈ ഫണ്ടമെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ 5 കൊല്ലമാണ്. ആ 5 കൊല്ലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് 1 വരെയാണ്. 2 വരെയാണ്. 1ഉം 2ഉം. ഇപ്പം നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിനൊരു ഒരു സാധുതയുണ്ട്. ആ സാധുത എന്ന് പറയുന്നത് നമുക്കറിയാം പ്രീ പ്രൈമറിയിലും 1-2 ക്ലാസ്സുകളിൽ ഇന്റഗ്രേറ്റഡ് രീതിയാണ്. ഒരുപക്ഷെ വിഷയങ്ങളായിട്ട് തിരിച്ച് കുട്ടി പഠിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതെല്ലാം ഒരു തലത്തിലാണ് അവർ കാണുന്നത്. ഒരുപക്ഷെ ആ കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാടാണ്. അപ്പോൾ അങ്ങനെ 3 കൊല്ലം pre-KG എന്ന് വേണമെങ്കിൽ പറയാം. LKG UKG എന്ന് പറയുന്ന പ്രീ സ്കൂളിങ്ങിന്റെ 3 കൊല്ലവും, അല്ലെങ്കിൽ 1ലേക്ക് വരുന്നതിന്റെ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നതിനുള്ള 3 കൊല്ലവും, പിന്നെ 1, 2 എന്ന് പറയുന്ന കാര്യമാണ്. ബാക്കി പിന്നെ അടുത്ത രണ്ടാമത് വരുന്ന 3 എന്ന് പറയുന്നത് 3, 4, 5 ക്ലാസ്സുകളാണ്. ഈ 3, 4, 5 ക്ലാസ്സുകൾക്ക് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. 6 വയസ്സിലല്ലേ 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ടത്? 6 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണ്. 3, 4, 5 എന്ന് പറയുന്നത് ഇവിടെ പഠിക്കും. 3, 4, 5 അവരുടെ ഇതിൽ വരും. പക്ഷെ നമ്മളിവിടെ 5 നമ്മളിത് മാറ്റാത്തോണ്ടാണ് ഇത് വരാത്തത്. അവരുടെ കണക്കിൽ 6 വയസ്സ് ഒന്ന് ചേർക്കുമ്പോൾ 3 വയസ്സിൽ, 4 വയസ്സിൽ, 5 വയസ്സിൽ. 5 വയസ്സിൽ ഈ 3 കൊല്ലം അതിന് സ്കൂളിൽ ചേരുന്നതിന് മുമ്പുള്ള വിദ്യാഭ്യാസമാണ്. അതാണ് ദേശീയ കാഴ്ചപ്പാട്. ഇപ്പോഴത്തെ ഈ പറയുന്ന NCF 2023 കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് നിർദ്ദേശം വന്നേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 3, 4, 5 ക്ലാസ്സുകളാണ്. 3, 4, 5 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഈ ദേശീയ തലത്തിൽ ഇപ്പോഴും 1 മുതൽ 5 വരെയാണെന്നുള്ളത്. പക്ഷെ അതിനെ അവർ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്കൂൾ ക്ലാസ്സിൽ ദേശീയ തലത്തിൽ 1 to 5 ആണ് LP, അതേപോലെ 6, 7, 8 ആണ് UP,
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന പ്രത്യേകം ഇല്ല, 9, 10, 11, 12 അത് നിങ്ങളൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെ അവർ ഈ പ്രീ സ്കൂളിനെ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് അവർ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാണ് പറയുന്നത് ഈ രണ്ടാമത്തെ 3 കൊല്ലത്തെ എന്ന് പറഞ്ഞാൽ 3, 4, 5 എന്ന് പറയുന്നതിനെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താണ് നമ്മുടെ യു പി, അവരുടെ യു പി എന്ന് പറയുന്നത് 6, 7, 8 ആണ്. ആ 6, 7, 8 അവർ പറയുന്നത് മിഡിൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തുള്ളതിന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് എന്നാണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി പ്ലസ് ഹയർ സെക്കൻഡറി 9 മുതൽ 12 വരെ. ഒരു പക്ഷേ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ഈ കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാതിന്റെ പല പ്രശ്നങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹയർ സെക്കൻഡറിയായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കാര്യം നമ്മളിവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി അധ്യാപകർ ചിലപ്പോൾ 8, 9 10 ചിലപ്പോൾ താഴോട്ട് വരേണ്ടി വരും. അപ്പോൾ അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഹൈസ്കൂൾ അധ്യാപകർക്ക് ഇനി അവിടെ പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. മറ്റെവിടെ നടപ്പിലാക്കിയാലും ഇതാണ് ഒരു പക്ഷേ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റിനെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. 1 മുതൽ 5 എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്സിൽ 4ന്റെ അവിടെ ഒരു 5 കൂടെ കൊടുത്താൽ മതി, അത് വലിയ പ്രയാസമൊന്നും വരത്തില്ല. ഇനി 5, 6, 7 ഉള്ള യു പിയിൽ 5 നഷ്ടപ്പെടുമ്പോൾ അവർക്ക് 8 കിട്ടും, അവിടെയും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷേ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായ പ്രയാസങ്ങളുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ കാര്യം നടപ്പിലാക്കുന്ന ഒരു തരത്തിലേക്ക് വരാത്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിമർശനാത്മകമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നാളെ ഇതൊരു അംഗൻവാടിയുടെയോ അല്ലെങ്കിൽ പ്രീ പ്രൈമറിയുടെയോ മാത്രമായി ആകുമ്പോഴത്തേക്ക് 1, 2 ക്ലാസിന്റെ പ്രാധാന്യം നഷ്ടപ്പെടാമെന്ന് ഇതിനെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പരിഷ്കാരത്തെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു വാദം ഇങ്ങനെയാണ്. കാര്യം ആദ്യത്തെ 5 കൊല്ലമാണ് ഈ പറയുന്നത്. ഈ 5 കൊല്ലവും കുട്ടി സ്കൂളിലേക്ക് വരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അംഗൻവാടികളിൽ തന്നെ അല്ലെങ്കിൽ പ്രീ പ്രൈമറി തന്നെ പ്രത്യേകമായി മാറ്റുകയും അവിടെ കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുന്നെങ്കിൽ അവൻ 2ലേക്കേ സ്കൂളിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിമർശനവും ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ഇത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ല ആശയമാണ്. കാര്യം 1, 2 വരെ ഒരു രീതിയിലാണ് പഠിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് അവൻ വിഷയത്തിലേക്ക് മാറുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം നമുക്കറിയാം ആൾക്കാരുടെ നിർബന്ധം കൊണ്ട് എന്താണ്, ഇപ്പോൾ അവൻ ഇംഗ്ലീഷും കണക്കും വേറെയാണ് പഠിക്കുന്നത്, മലയാളവും പരിസര പഠനമാണ് വേറെ ഒന്നിച്ചൊറ്റ പുസ്തകത്തിൽ വരുന്നത്. അത് ഒന്നിലെ പുസ്തകം നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു പ്രീ സ്കൂളിലാണെങ്കിൽ ഇതെല്ലാം ഒന്നിച്ചാ വരുന്നത്, പ്രീ സ്കൂളിൽ എല്ലാം ഒന്നിച്ചാ വരുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് 1, 2 പഠിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതിനെ തിരിച്ചു കണ്ടാലാണ് പ്രശ്നം വരുന്നത്. ഇതിനെ എന്താണ്, സ്കൂളിൽ നിന്ന് 1, 2 ക്ലാസ്സിനെ മാറ്റുന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലേ ഉള്ളൂ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന് പറയുന്നത്. അവര് എന്താണ്, ഈ 18 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റേജ് എത്തുമ്പോഴേ 18 വയസ്സാവും. കാര്യം നമ്മുടെ ഇവിടെ 5 വയസ്സ് തുടങ്ങുമ്പോഴാണ് നമ്മൾ 17 വയസ്സ് കുട്ടി +2 കഴിയുന്നത്. ഇവിടെ നേരത്തെ എന്താണ് പറഞ്ഞതിൻ്റെ 6 വയസ്സ് തുടങ്ങുന്നതുകൊണ്ട് 18 വയസ്സാകുമ്പോഴാണ് അവന്റെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം കഴിയുന്നത്. അപ്പോൾ ഇതിനകത്തും എന്താണ് പറയുന്നത്, ഇതിനകത്തും എന്താണ് ഈ പറയുന്ന എന്താണ് ചില കാര്യങ്ങൾ എന്താണ് അവർ പറയുന്ന ചില പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ റാഷണൽ തിങ്കിങ്, അതേപോലെ ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആൻഡ് ഓട്ടോണമി. അപ്പോൾ പറയുന്ന ആശയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വളരെ ഇതായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത്. അതേപോലെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അതേപോലെ എന്താണ് ഡെമോക്രാറ്റിക് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ, കൾച്ചറൽ പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ 2023 NCF-ന്റെ ഭാഗമായിട്ട് പറയുന്നത്. നിർദ്ദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ തന്നെയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ KCF-ലേക്ക് വന്നപ്പോഴും എന്താണ് കുറെ കൂടി മുമ്പോട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ഈ 2007 കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ KCF നിങ്ങൾ ഈ SCERT-യുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഈ KCF-ന്റെ നിർദ്ദേശങ്ങൾ. അതേപോലെ എനിക്ക് തോന്നുന്ന എല്ലാ സ്കൂളുകളിലും അത് ബുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് അങ്ങേ വർഷം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് തന്നെ അപ്പൊ അതിന്റെ കരട് രേഖ അതാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതേ ഉള്ളൂ ഇപ്പോഴും ഉള്ളത്, മറ്റൊന്നുമല്ല. പക്ഷെ അത് എന്താണ്, അത് നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. കാര്യം അതിനകത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് കേരളത്തിന്റെ ഇതുവരെയുള്ള വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു വിവരണത്തിന് ശേഷമാണ് മറ്റേ എന്താണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് വായിച്ചിരിക്കുന്നത് നമുക്ക് എന്താണ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ സഹായിക്കും ആ ഒരു ബുക്ക്. ആ ബുക്കിന്റെ പ്രശ്നം അത് എന്ത് ചെയ്യാൻ പറ്റും, SCERT-യുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, മൊബൈലിൽ വായിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത് നിങ്ങൾ ആ ഒരു പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണമെന്നാണ്. കാര്യം നമ്മളൊരു ടീച്ചർ ആവുന്നെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിനകത്ത് ആ ഒരു ബുക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, 3 തലത്തിലാണ്
ഇതിന് ഈ ഫ്രെയിം വർക്ക് 3 ഫ്രെയിം വർക്ക് ഉണ്ട് ഈ 2023. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പ്രീ സ്കൂളിന്റെ മാത്രം ഫ്രെയിം വർക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പ് കുട്ടി എന്താണ് പഠിക്കണം എന്നുള്ള അതിന് മാത്രമായിട്ട് തന്നെയാണ് ഒരു ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. അതേപോലെ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്നുള്ള ഒരു ചട്ടക്കൂടാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മുതിർന്നവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന മൂന്നാമത്തെ ചട്ടക്കൂട്. പക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സ്ഥലത്തും അങ്ങനെ മുതിർന്നവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഈ കഴിഞ്ഞ 2023 നടന്ന ഈ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ രൂപീകരണത്തിൽ 3 തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കണ്ടത്. പക്ഷെ നമ്മൾ അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് കുറേയേറെ പ്രധാനപ്പെട്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അതെല്ലാം പറയാൻ സമയം കിട്ടത്തില്ല. അത് ഒന്ന് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അതൊരു ഒരു കാഴ്ചപ്പാടാണ്. വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് സാമൂഹ്യമായ നീതിയാണ്, തുല്യതയ്ക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസം. ഒരുപക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പണ്ട് കാലത്ത് സമൂഹത്തിന്റെ ഏറ്റവും പിന്നിലായിരുന്ന ഒരുപക്ഷെ മറ്റുള്ളവന്റെ മുമ്പിലേക്ക് വരാൻ കഴിയാത്ത ആളിന് അങ്ങനെ വരാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസം നേടിയതിലൂടെയാണ്. അപ്പൊ അത് വിദ്യാഭ്യാസം ഒരു സാമൂഹ്യ നീതിക്കും അല്ലെങ്കിൽ സാമൂഹികമായ സമത്വത്തിനും വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതേപോലെ സമഗ്രവും സുസ്ഥിരോന്മുഖവുമായ വിദ്യാഭ്യാസമാണ് വേണ്ടത്. മറ്റൊന്ന് ജ്ഞാന സമൂഹം സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസം. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്ക് ജ്ഞാന സമൂഹം എന്നാണ്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞാൽ കേരളം ഒരു ജ്ഞാന സമൂഹമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഓരോരുത്തരും വ്യത്യസ്ത തരത്തിലുള്ള അറിവുള്ളവരായി മാറുക. അപ്പൊ അറിവ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഏത് തൊഴിൽ മേഖലയിൽ പെടുന്ന ഒരാളായാലും ആ തൊഴിലുമായി ബന്ധപ്പെട്ട അറിവ് അവർക്കുണ്ടാവണം. ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ കാണുന്ന ചില മേഖലകളിലെ ആൾക്കാർക്ക് ആ തൊഴിലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ അറിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് ഈ അറിവെന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല. പക്ഷെ അല്ലാത്ത അറിവായാലും ഒരു കൃഷിക്കാരനാണെങ്കിൽ അയാൾക്ക് കൃഷിയെ സംബന്ധിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ അറിവുണ്ടാവണം. അതേപോലെ ഏത് മേഖലയിലുള്ള ആളിനായാലും. അപ്പൊ അങ്ങനെ അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നല്ല അറിവുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക. അപ്പോൾ അറിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയും, നന്നായി ജീവിക്കാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട്. അങ്ങനെ ഒരു സമൂഹം, കേരളത്തെ അങ്ങനെ ഒരു സമൂഹമാക്കി, അത് പറയുകയാണെങ്കിൽ ഒരുപാട് അതിനെ വിശദീകരിച്ച് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ കാണുക എന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ 3-4 കൊല്ലങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വാക്ക് കേട്ടു തുടങ്ങിയത്, ജ്ഞാന സമൂഹം എന്നുള്ളത്. ഒരുപക്ഷെ അതിനെപ്പറ്റി തന്നെ കേൾക്കണം. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ചില ആളുകൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പറഞ്ഞ ചില ഈ ഡോക്ടർ KN ഗണേഷ് എന്ന് പറയുന്ന പരിഷത്തിന്റെ ഒരു ഇതുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റി തന്നെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കുറെ വലിയ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജ്ഞാന സമൂഹമാവുക എന്ന് പറയുന്ന ഒരു അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസം നേടുന്നത്. അതേപോലെ സമഗ്ര വ്യക്തി വികാസം ലക്ഷ്യപ്പെടണം. ദേശീയ ബോധവും ഉത്തരവാദിത്തമുള്ള പൗരബോധവും ഉണ്ടാവണം. അതിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസമായിരിക്കണം. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. ചരിത്രബോധവും സാംസ്കാരിക ബോധവും ഉണ്ടാകുന്നതാവണം. ശാസ്ത്ര അവബോധം വളർത്തുന്നതാവണം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം ഈ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിളിലും പറയുന്നത് ശാസ്ത്രബോധത്തെ പറ്റി. ശാസ്ത്രബോധം വളർത്താൻ ഓരോ പൗരനും ശ്രമിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ എല്ലാ NCF പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രാവബോധം വളർത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കൊലപാതകം ഉൾപ്പെടെ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊരു പക്ഷേ ഈ നിങ്ങളുടെ ചോദ്യത്തിലൊക്കെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കാനോ ചർച്ച ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എനിക്ക് അതിനകത്ത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യം വരുന്നതിനകത്ത് ഒരു പങ്ക് അധ്യാപകർക്കുണ്ട് എന്ന് തന്നെയാണ്. കാര്യം നമ്മൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ടീച്ചറെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ടീച്ചർ വന്ന് ടീച്ചർ ക്ലാസ്സിൽ പേപ്പറൊക്കെ കൊടുത്തിട്ട് ടീച്ചർ അടുത്ത പുതിയ ചാപ്റ്റർ അന്ന് തന്നെ പഠിപ്പിച്ചു. അപ്പോൾ പിള്ളേർ പറഞ്ഞ് വേണ്ട, അടുത്ത ദിവസം പഠിക്കാമോ. അപ്പൊ ടീച്ചർ പറഞ്ഞ അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ്, അപ്പൊ അന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങണ്ട, നമുക്ക് തിങ്കളാഴ്ച തന്നെ തുടങ്ങാം. ഒരു ക്ലാസ്സിൽ
എന്താണ് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ടീച്ചർ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എന്ത് ചെയ്യും കുട്ടികളെ നിന്നുണ്ടാവും. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്ത്. അതേപോലെ ഈ എന്താണ് മുമ്പ് ഗ്രഹണം നടന്ന സമയത്ത് ഞാനൊരു ഹയർ സെക്കൻഡറി പോയി ക്ലാസ് എടുത്തു. ആ ഗ്രഹണത്തെ പറ്റി, ഗ്രഹണം കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് ആ ഗ്രഹണം കാണാനുള്ള കണ്ണട ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാം പറഞ്ഞു കൊടുത്ത് അതെല്ലാം ചെയ്തതാണ്. പോയി കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, വരുന്ന സാർ അങ്ങനെയൊക്കെ പറയും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗ്രഹണ സമയത്ത് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, NSSന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല സാഹചര്യം ഉണ്ടാകുന്നത് എന്താണ്, നമ്മളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ചൊരു ചോദ്യം. കുട്ടികളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാം, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം എന്നും പറഞ്ഞു ഒരു ചോദ്യം വന്നായിരുന്നു. ചോദ്യം വന്നു. ഞാനതാ പറഞ്ഞു, അതൊരു സാധ്യതയുണ്ട്. കാര്യം ഇപ്പം കേരളത്തിൽ നടക്കുന്ന എന്താണ്, തുടർച്ചയായി നടക്കുന്ന സംഭവങ്ങളെല്ലാം അന്ധവിശ്വാസത്തിന്റെ എന്താണ് ഈ പിന്നിൽ നല്ല ജ്യോത്സ്യന്മാരുടെ അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൽ എന്താണ് ഒരു ശാസ്ത്രീയമായ ചിന്താഗതി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവണം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകുന്നില്ല. ഈ ഒരു വിഷയത്തെ തൊടാൻ അധ്യാപകർക്ക് കുറച്ച് ഭയമുണ്ട്. ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനും അത് നേരായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റും. പക്ഷെ അവർക്കൊരു ഭയമാണ് ഇതിനെയൊക്കെ തൊടാൻ, സംസാരിക്കാൻ. എനിക്ക് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാല് അങ്ങനെ ആകരുത്, അതാണ് പറഞ്ഞത്. അതല്ല നമ്മൾ പറയുന്നത് കൃത്യമായിരിക്കണം. അപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഞാൻ വ്യക്തിപരമായി ചിലപ്പോൾ ഒരു വിശ്വാസിയായിരിക്കാം. പക്ഷെ ആ വിശ്വാസത്തെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാനത് മാറ്റണം. ഞാൻ അങ്ങനെ പറയാം, ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അതിനെ മാറ്റണം. ഒരു സ്കൂളിലോ പുറത്തോ എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് ശാസ്ത്രബോധത്തെ പറ്റി പറയും. ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യാറുണ്ട്, തേങ്ങ ഉടയ്ക്കാറുണ്ട്. അപ്പോ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയുന്നത്, ഒരു ശാസ്ത്രജ്ഞൻ അമ്പലത്തിൽ പോയി തേങ്ങ ഉടക്കുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ യാതൊരു തെറ്റും പറയത്തില്ല. പക്ഷേ അയാള് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ISRO ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോൾ ആ വിക്ഷേപിക്കുന്ന സ്ഥലത്ത് അയാൾ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അയാൾ എന്താണ്, തനി അന്ധവിശ്വാസിയാണെന്ന് ഞാൻ പറയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാളുടെ വ്യക്തിപരമായ കാര്യവും ഒരു പൊതുവായ കാര്യവും രണ്ടാണ്. ഈ കാര്യം നമ്മൾ എന്താണ് സ്കൂളിലായാലും എവിടെയായാലും നമ്മൾ പാലിക്കാൻ തയ്യാറാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യം ഒരിക്കലും സ്കൂളിലേക്കോ സമൂഹത്തിലേക്കോ സാധനം കൊണ്ടുവരാനോ അത് പറയാനോ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന കാര്യമോ ഇത്തരം കാര്യങ്ങളോ പറയാൻ പാടില്ല. എനിക്ക് ഗ്രഹണം കാണാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ കാണാൻ പോകുന്ന ഒരു കുട്ടിയെ ഞാൻ തടയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഈ കുട്ടികളോട് ഇത്തരം കാര്യം പറയേണ്ട കാര്യം, ഞാൻ അതാണ് പറയുന്നത്. അത്തരം കാര്യം പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ നിങ്ങളുടെ ഏത് ടീച്ചറിന്റെയോ ഏതാളിന്റെയോ വിശ്വാസം അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ആ വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കോ പൊതുസ്ഥലത്തേക്കോ അതിനെ കൊണ്ടുപോകാനോ അതിനെ വലിച്ചഴയ്ക്കാനോ പാടില്ല. അത് എന്റെ മാത്രമായിരിക്കണം. അപ്പൊ അതാണ് പറയുന്നത്, ഞാനൊരു വിശ്വാസിയായ ശാസ്ത്രജ്ഞനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു പ്രധാന പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് അവിടെ പോകും. അതിനകത്ത് ഒരുപക്ഷെ അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അയാൾ ഈ സാധനം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഈ വ്യത്യാസത്തെ തിരിച്ചറിയാൻ ഈ രീതിയിൽ പറയാൻ നമുക്ക് കുട്ടികളോട് കഴിയണം. ഇങ്ങനെ കുട്ടികളോടായാലും ആരോടായാലും, ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് പറയേണ്ടത്. നിങ്ങളോട് ഒരു പക്ഷേ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്, വ്യക്തിപരമായ ഒരാളുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. പക്ഷെ അയാൾ ഒരു പൊതുസമൂഹത്തിലോ ഒരു പൊതുസ്ഥലത്തോ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ പ്രദർശിപ്പിക്കുന്ന അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യം നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അത് പറയുമ്പോഴാണ് നേരത്തെ അനുജ പറഞ്ഞിട്ടുള്ള എന്താണ് എതിർപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു സർക്കാർ എന്താണ് ഓഫീസിന്റെ കല്ലിടുമ്പോഴും അവിടെ എന്താണ് വിളക്ക് കൊളുത്തി വെച്ച് ബാക്കി എല്ലാ കാര്യവും ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അത് ശരിയാണോ? അതൊരു പൊതുസ്ഥലമല്ലേ, അവിടെ ഒരു മതത്തിന്റെ ആചാരപ്രകാരം ചെയ്യാൻ പറ്റും? ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതങ്ങനെ തന്നെ പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ വീട്ടിൽ ചെയ്യാം, പക്ഷെ ഒരു പൊതുസ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇതിനകത്ത് കൂടുതൽ നിങ്ങളോട് പറയുന്നില്ല, പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇതാവും. പക്ഷെ ഞാൻ പറയുന്ന ആശയം ഇതാണ്, വ്യക്തിപരമായ ഒരു കാര്യത്തെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, ഒരു പൊതു ഇടത്തിലേക്ക്, സമൂഹത്തിലേക്ക്, സ്കൂളിലേക്ക് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അതാണ് ഒരുപക്ഷെ ഇതിനകത്ത് നമ്മുടെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഒരു ആശയം അതാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ ഇങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഈ ഹയർ സെക്കൻഡറിയിലായാലും അല്ലാതെയൊക്കെ ഈ ശാസ്ത്രവും ശാസ്ത്രബോധവും എന്ന് പറയുന്നൊരു വിഷയം തന്നെ പലപ്പോഴും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു UP ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിൽ അവർക്ക് വളരെ നല്ല ശാസ്ത്രബോധമുണ്ട്. എന്ന് പറഞ്ഞാൽ
നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നന്നായിട്ട് എന്താണ് ഈ യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ് ഈ കുട്ടികൾക്കുണ്ട്. പക്ഷെ ഈ കഴിവ് നഷ്ടപ്പെടുന്നത് പിന്നീടാണ്. എൻ്റെ ഒരുപാട് അനുഭവത്തിലൂടെ ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഈ കഴിവ് നഷ്ടപ്പെടുന്നത് എന്താണ് പിന്നീട് ഒരുപക്ഷെ സ്കൂളിൽ അനുഭവം കൊണ്ടോ വീട്ടനുഭവം കൊണ്ടോ അവര് എന്താണ് ആ രീതിയിലായിട്ട് മാറുന്നതാണ്. അല്ലാതെ യുക്തിപരമായി ചിന്തിക്കാൻ നല്ല കഴിവുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം മാറുന്നതിനകത്ത് ഒരുപക്ഷെ സമൂഹത്തിന്റെ, വീട്ടിന്റെ, അവരുടെ ചുറ്റുപാടിന്റെ ഒക്കെ എന്താണ് പങ്കുണ്ടായിരിക്കും. പക്ഷെ ടീച്ചർ എന്ന രീതിയിൽ നമ്മളിൽ നിന്ന് ഒരിക്കലും പഠിക്കാനുള്ള ഇടം ഉണ്ടാവരുത്, നമ്മളിങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവരുത്. അപ്പോൾ അത് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഏറ്റവും ആ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ സാങ്കേതിക വിദ്യാവബോധം. സാങ്കേതിക വിദ്യാബോധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ TTC ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എന്താണ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഒരുപക്ഷെ പഠിക്കാത്ത ആൾക്കാർ മറ്റേ എന്താണ് പരീക്ഷ എഴുതി പാസ്സാവേണ്ട സാഹചര്യം വരെയുണ്ട്. സ്കൂൾ എന്ന് പറയുന്ന പരീക്ഷ പാസ്സാവണമല്ലോ. അതേപോലെ പിന്നെ തൊഴിൽ നൈപുണി, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നു, അതിജീവന ശേഷി കൈവരിക്കുന്നുള്ള വിദ്യാഭ്യാസം, വിമർശനാത്മക ചിന്ത വളർത്തുന്ന വിദ്യാഭ്യാസം, പാരിസ്ഥിതിക അവബോധം വളർത്തുന്ന വിദ്യാഭ്യാസം, ഇതര ലിംഗത്തിലുള്ളവരോട് സൗഹൃദപരമായി പെരുമാറുന്നുള്ള വിദ്യാഭ്യാസം. ഒരുപക്ഷെ അത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇന്നിപ്പോ പലപ്പോഴും എന്താണ് കേൾക്കുന്നതാണ്, എതിർ ലിംഗത്തിലുള്ള ആൾക്കാരെ എന്താണ് ബഹുമാനിക്കാത്ത ഒരു സാഹചര്യം. ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ വളരെ വളരെ കുട്ടിക്കാലം മുതലേ തന്നെ സ്കൂളിലോ ക്ലാസ്സിലോ ഒക്കെ തന്നെ നമ്മളത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം ഇല്ല എന്നും എല്ലാവരും ഒരുപോലെയാണെന്നും ഒക്കെ ഉള്ള ഒരു കാര്യം കൃത്യമായിട്ട് കുട്ടികളുണ്ടാണ്. ഇത് ഈ നിർദ്ദേശത്തിനകത്ത് ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് മുറികളിലോ അല്ലെങ്കിൽ കുട്ടികളിലോ അങ്ങനൊരു കാര്യം ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ അത് ചിലപ്പോൾ നിങ്ങളോട് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ജെൻഡർ ഇക്വിറ്റിയായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ചോദിക്കാം. ഒരുപക്ഷെ നമ്മൾ ഇന്നൊരു പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്ന് നമ്മുടെ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നു കഴിഞ്ഞു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുറ്റം തൂക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ കുട്ടിയായിരിക്കും മുറ്റം തൂക്കുന്നത്. അതായത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന അച്ഛനും അമ്മയും ചേർന്നാണ്. പിന്നെ ഓട്ടോ ഓടിക്കുന്നത് ലേഡീസ് ഓടിക്കുന്നുണ്ട്. പിന്നെ പല ജോലികൾ ചെയ്യുന്നതിന് ആണുങ്ങൾ ചെയ്തിരുന്ന ജോലിയും ഇപ്പൊ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പെയിന്റ് അടിക്കുക, ഇലക്ട്രിക് വർക്ക് ചെയ്യുക, പിന്നെ വീട് പണിയുക, കല്ല് കെട്ടുക, അങ്ങനെയുള്ള എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അതെല്ലാം 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു പക്ഷേ പുസ്തകത്തിൽ വന്ന ഒരു മാറ്റം, പുസ്തകത്തിൽ ആ മാറ്റം ഉണ്ട്. പക്ഷെ ആ മാറ്റം ക്ലാസ് മുറിയിലും സമൂഹത്തിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മാറ്റം പുസ്തകത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പുള്ള പുസ്തകത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോഴത്തെ പുസ്തകത്തിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് വളരെ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്, വെറുതെ വരയ്ക്കുന്നതല്ല. നമ്മൾ വെറുതെ ഒരാളെ വിളിച്ച് വരയ്ക്കാൻ, ഒരു ചിത്രകാരനെ വിളിച്ച് വെറുതെ വരയ്ക്കാൻ പറഞ്ഞാൽ അയാൾ എന്തേ വരയ്ക്കൂ? സ്ഥിരം വരയ്ക്കുന്ന പടയെ വരയ്ക്കും. പക്ഷേ ചിത്രകാരനെ വിളിച്ചിട്ട് ഇന്നതുപോലെ വരയ്ക്കണമെന്ന് പറഞ്ഞ് വരപ്പിച്ചത് ബോധപൂർവമാണ്. ആ ബോധപൂർവമായി വരച്ച കാര്യം എന്ത് വേണം? നമ്മുടെ ഇതിനകത്തൂടെ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ കുട്ടികൾ പങ്കെടുത്തല്ലോ, സ്കൂൾ ഉണ്ട് പല സ്ഥലങ്ങളിലും. എല്ലാ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണോ? ഇല്ല. ചില പുസ്തകങ്ങളിൽ മാത്രം കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. അത് ചില അധ്യാപകർ മാത്രം അങ്ങനെ വിളിച്ചിട്ടുള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എഴുതിയ ടീമിലെ ആൾക്കാര് ചില നല്ലതുപോലെ വരയ്ക്കുന്ന കുട്ടികളെ വിളിക്കുക, അവരെ കൂടെ ചേർത്ത് പടം വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്കൂൾ യുവജനോത്സവത്തിലെ 1-ാം സ്ഥാനം കിട്ടിയ ചിത്രരചനയിലെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞ് ഉണ്ട്. ഞാൻ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് ഒരു കുട്ടിയെ പാഠപുസ്തകത്തിൽ 3 കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. അവിടെ കുട്ടി വരയ്ക്കാൻ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട വർക്കിൽ ഇരുന്ന് പോയ സമയത്ത് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു കുട്ടി അവിടെ ഈ സാറന്മാരൊക്കെ ഇരിക്കുന്ന അവിടെ വന്നിരുന്ന് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ കുറെ പേർക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അടുത്ത പറയുന്ന സമീപനവുമായി ബന്ധപ്പെടുമ്പോൾ ഭാഷയും ഗണിതവും ഒക്കെ ഞാനൊന്ന് പറയാം. ഭാഷയും ഗണിതം എന്ന് പറഞ്ഞാൽ ഈ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭാഷാ സമീപനം നമുക്കറിയാം. ഇവിടെ 1-ാം ഭാഷ എന്ന് പറയുന്നത് കുറെ ഭാഷകളുണ്ട്. മലയാളം കൂടാതെ തമിഴുണ്ട്, കന്നഡയുണ്ട്, അറബിയുണ്ട്, സംസ്കൃതമുണ്ട്, ഉറുദു ഉണ്ട്. ഇത്രയും ഭാഷകൾ കേരളത്തിലെ കുട്ടികൾ 1-ാം ഭാഷയായി പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അതാണ്. 1 മുതൽ തന്നെ ഇപ്പോ നമ്മൾ ഈ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കൊല്ലത്ത് തന്നെ ഗവൺമെന്റ് ETയിലും അതേപോലെ പുനലൂരുള്ള സ്കൂളിൽ തമിഴ് 1-ാം ഭാഷയായിട്ടുള്ള കുട്ടികളുണ്ട്. അതേപോലെ കർണാടക ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അതേപോലെ ഇടുക്കിയിലും പാലക്കാടും ഒക്കെ തമിഴ് 1-ാം ഭാഷയായ കുട്ടികളുണ്ട്. കർണാടകത്തിന്റെ വടക്കേ അറ്റത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കന്നഡ 1-ാം ഭാഷയായ കുട്ടികളുണ്ട്.
പിന്നെ നമുക്കറിയാം സ്കൂളിലെല്ലാം അറബി, ഉറുദു, സംസ്കൃതം ഈ 3 ഭാഷയും ഒന്നാം ഭാഷയായ കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള കുട്ടികളുണ്ട്. പിന്നെ ഇതിനകത്ത് ഭാഷാ പഠനത്തിന്റെ 4 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭാഷാ പഠനത്തിന്റെ അതിൽ ഒന്നാമെന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഷാ പഠനത്തിന്റെ സാമൂഹിക തലമാണ്. സാമൂഹിക തലം എന്ന് പറഞ്ഞാൽ സാമൂഹിക ഇടപെടലുകൾക്ക് ഭാഷയെ ഉപയോഗിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. സാമൂഹികമായ ഇടപെടലുകൾക്ക് വേണ്ടി ഭാഷയെ ഉപയോഗിക്കുക. അതേപോലെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സാംസ്കാരിക തലമാണ്. അത് സാംസ്കാരിക വിനിമയത്തിനുള്ള പ്രാഥമിക ഉപകരണം എന്നുള്ള രീതിയിൽ ഭാഷയെ അറിയുക, ഭാഷയെ ഒരു സാംസ്കാരികമായ ടൂളായിട്ട് മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സർഗാത്മകമായ തലമാണ്. സർഗാത്മക തലം എന്ന് പറഞ്ഞാൽ തന്റെ എന്താണ് ഈ സർഗാത്മകമായ ആശയങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് ഭാഷയെ ഉപയോഗിക്കുക. നാലാമത്തത് വൈജ്ഞാനികമായ തലമാണ്. അത് എന്താണ്, വിജ്ഞാനം ആർജിക്കാനും ആവിഷ്കരിക്കാനുള്ള കഴിവ്. പക്ഷെ ഞാൻ ഇത് വിശദീകരിക്കാനും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഒന്ന് എന്താണ് ഭാഷയുടെ സാമൂഹികമായ തലം, 2 സാംസ്കാരികമായ തലം, 3 സർഗാത്മകമായ തലം, 4 വൈജ്ഞാനികമായ തലം. ഈ 4 തലത്തിലാണ് ഭാഷയെ എന്താണ് കാണുന്നത്. അല്ലെങ്കിൽ ഭാഷയുടെ പഠനത്തിലൂടെ കുട്ടി ഈ 4 തരത്തിലും ഭാഷ ഉപയോഗിക്കാൻ കഴിയണമെന്നാണ്. അത് ഏറ്റക്കുറച്ചിലുണ്ടാവാം. അപ്പൊ എല്ലാവർക്കും സർഗാത്മകമായിട്ട് കഴിയണമെന്നില്ല. പക്ഷെ എങ്കിലും ഈ ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ പോലും ഈ 4 തലത്തിലേക്കും കുട്ടി ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ് ഈ ഭാഷാ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണ്, നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ അതേപോലെ എന്താണ്, നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞത്, അനുജ പറഞ്ഞതിനകത്ത് കേട്ടിരുന്നു, ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സർവഭാഷാ വ്യാകരണം, ചോംസ്കിയുടെ സർവഭാഷാ വ്യാകരണം എന്ന് പറയുന്ന ആ ഒരു എന്താണ് ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്താണ് ഭാഷയെ പറ്റി പറയുന്നത്. അതേപോലെ ഭാഷയെ പറ്റി പറയുമ്പോഴും നമ്മുടെ എല്ലാം മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പറയുന്ന കാര്യത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നത് എന്താണ്, കുട്ടി പഠിക്കേണ്ടത് എഴുത്ത് ഭാഷയാണ്, കേവലം അക്ഷരങ്ങളല്ല എന്നാണ് പറയുന്നത്. കുട്ടി പഠിക്കേണ്ടത് എഴുത്ത് ഭാഷയാണ്, കേവലം അക്ഷരങ്ങളല്ല. അപ്പൊ അത് ആ ഒരു കാര്യത്തിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും. നമ്മൾ അക്ഷരം പഠിച്ചിട്ടല്ല ഭാഷ പഠിക്കേണ്ടത്, ഭാഷ പഠിച്ചിട്ട് ആ ഭാഷയിൽ നിന്നാണ് അക്ഷരത്തിലെത്തുന്നത്. ഒരു പക്ഷേ ആശയാവതരണ രീതി നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടോ. ഞാൻ അതിന്റെ ഒരു എന്താണ് സമ്മായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ഉയർന്ന തരത്തിലുള്ള ഒരു ചിഹ്ന വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള ഒരു ഉയർന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥയാണ്. അപ്പൊ ആ വ്യവസ്ഥയിൽ എന്താണ്, അവൻ ആശയവിനിമയം ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് അക്ഷരത്തിലേക്ക് പോകേണ്ടത്. അല്ലാതെ അക്ഷരം പഠിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടതെന്നുള്ള ആ കാര്യം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിനകത്ത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്താണ്, ഞാൻ കൂടുതൽ കാര്യം പറയുന്നില്ല. ഇംഗ്ലീഷിനകത്തും ഇതേ കാര്യം തന്നെയാണ്, ഈ പറയുന്ന ഇതേ കാര്യം തന്നെയാണ് ഇംഗ്ലീഷിനകത്തും പറയുന്നത്. അവിടെ കേൾക്കാനുള്ള അവസരം ഉണ്ടാവണം, അവിടെയാണ് വ്യത്യാസം. ഇപ്പൊ ഇംഗ്ലീഷ് മലയാളമായിട്ടുള്ള വ്യത്യാസത്തിൽ മലയാളം നമ്മുടെ കുട്ടിക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുട്ടിക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്ന രീതിയിലാണ് 1ാം ക്ലാസ് മുതലേ എന്ത് ചെയ്തിരിക്കുന്നത്, പാഠപുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സപ്ലിമെന്റ് ആയി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ആ രീതിയിലാണ് വരുന്നത്. ഗണിതം ഞാൻ കുറച്ചുകൂടെ അവിടെ ഇംഗ്ലീഷില് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മള് എങ്ങനെയാണ്, പൂർണ്ണമായി ഇംഗ്ലീഷിലാണ് ജസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് പൂർണ്ണമായി ഇംഗ്ലീഷിൽ തന്നെയാണോ, അതോ ഡെമോ ഒക്കെ എടുക്കേണ്ടി വരുമല്ലോ? ഡെമോ ഒക്കെ എടുക്കേണ്ടി വരുമ്പോഴേ നമ്മൾ ഡെമോ ഇംഗ്ലീഷാണ് നിങ്ങൾ ഡെമോ എടുക്കുന്നതെങ്കിൽ അവിടെ സിമ്പിൾ ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ പറയേണ്ടി വരും. കാര്യം അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള തലത്തിലാണ് വരുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതിലൂട്ട് അവിടെ ഈ നമ്മുടെ LP ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇടയ്ക്ക് ചില വാക്കുകൾ ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. കോഡ് സ്വിച്ചിങ് എന്നോ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. മിക്സിങ്, അത് സ്വിച്ചിങ്, കോഡ് ഷിഫ്റ്റിങ്, ഇങ്ങനെ 2-3 വാക്കുകളുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യം നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലാതെ നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷിൽ തന്നെ കാര്യം പറയേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഈ എന്താണ് കുട്ടിക്ക് ചില കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ തിരിച്ചിങ്ങനെ പറയുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുകയും അതിന്റെ മലയാളം പറയുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ലാംഗ്വേജ് ഇല്ല. അവിടെ ഭാഷ മരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഭാഷ മരിക്കുന്ന ഒരു തലമാണ്. അപ്പൊ അവിടെ ഒരു പക്ഷേ കുട്ടിക്ക് മനസ്സിലാവാത്ത ഒരു വാക്കിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മലയാളം പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് അനുജയ്ക്ക് കൂടുതൽ അറിയാം. കാര്യം അനുജ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നത് 1ാം ക്ലാസ്സിലും അതേപോലെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ യഥാർത്ഥ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാമെന്നുള്ളത് എനിക്കൊരു ഉദാഹരണം വെച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് ചെയ്യുന്നത്, നമ്മളവിടെ ഒരു നരേഷനോ അല്ലെങ്കിൽ ഒരു കാര്യമോ നമ്മൾ പറയുമ്പോൾ ആ പറയുന്നതിനെ ഒരിക്കലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. പക്ഷെ അതിൽ കുട്ടിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ബാക്കി അവൻ ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട്
ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ സിമ്പിൾ ഇംഗ്ലീഷിന് പറയാം. സിമ്പിൾ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് എടുത്താൽ നല്ലതാണ്. കാര്യം മറ്റൊരു വിഷയം എടുക്കുന്നതിനേക്കാൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ അങ്ങനെ പറ്റത്തില്ലെങ്കിൽ മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള വിഷയം എടുക്കുന്നതിനാണ് നല്ലത്. ഇനി ഗണിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഗണിതത്തിൽ ഒരു പക്ഷേ നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗണിതത്തിന്റെ പഴയ സമീപനം എന്ന് പറയുന്നത് എന്താണ്, ഗണിത പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചിന്തയുടെ ഗണിതവൽക്കരണം എന്നാണ്. അല്ല, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം അത് എന്താണ് കേറ്ററ്റിന്റെയോ അല്ലാതുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ചിന്തയുടെ ഗണിതവൽക്കരണമാണ് ഗണിത പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ ഇപ്പോ പറയുന്നത് എന്താണ്, ഇപ്പോഴത്തെ ഈ 2020 ഈ ഇതിനകത്ത് പറയുന്നത് പറഞ്ഞല്ലോ ഗണനചിന്ത യുക്തി, അതിന്റെ പിന്നിലുള്ള യുക്തിയും കൂടെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗണനചിന്ത എന്ന് പറയുന്നത് എന്താണ്, ഒരു യുക്തിപൂർവ്വം ഒരു പ്രശ്നത്തെ സമീപിക്കുക. അപ്പൊ ഒരു യഥാർത്ഥത്തിൽ അതിനെ ഒരു തരത്തിൽ പറയുന്നത് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പല വഴികളാണ്. ആ വഴിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വഴി ഏതാണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഗണനചിന്ത. അപ്പോൾ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വ്യത്യസ്തമായ വഴികളുണ്ടാകും. പക്ഷെ ആ ഒരു ചോദ്യം പരിഹരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വഴി ഏതാണോ ആ വഴി ഏതാണെന്ന് വേഗത്തിൽ കണ്ടെത്താനും ആ വേഗത്തിലുള്ള മാർഗത്തിലൂടെ അതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ പറയാം. സാർ, അതാണോ ഈ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്? ഞാൻ കണ്ടെത്തിയ രീതി, എന്റെ കൂട്ടുകാരൻ കണ്ടെത്തിയ രീതി. ഓക്കെ അത് തന്നെയാണ്. ഇപ്പോ ഈ ഒരു ചോദ്യം ഞാൻ പറയുകയാണ്. ഞാൻ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഇപ്പോ 10ൽ 17, 15ൽ 25, 7ൽ 12, 5ൽ 7 4 ഭിന്നസംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അത് ചെറുത് ഏതെന്നാണ് ചോദ്യം. ഇതൊരു കേറ്ററ്റിന്റെ ഒരു ചോദ്യമായിരുന്നു. കേറ്ററ്റിന്റെ ഒരു മുമ്പുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. 10ൽ 17, 15ൽ 25, 7ൽ 12, 5ൽ 7. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ്? ഒരേ ഛേദമാക്കുകയാണ് അതിന്റെ രീതി. പക്ഷെ നമ്മൾ ക്രോസ് ചെയ്താണ് ചെയ്യുന്നത്. ക്രോസ് ചെയ്ത് കണ്ടുപിടിച്ച് എല്ലാരുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ ചോദ്യത്തിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ വേറിട്ട ചിന്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണനാ ചിന്തയുടെ ഒരു തലം. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഭിന്നസംഖ്യ എടുക്കുമ്പോൾ എല്ലാം ഒന്നിൽ കൂടുതലാണ്. ഞാൻ പറഞ്ഞ സംഖ്യകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നിന്ന് എഴുതി വെച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. 10ൽ 17, 15ൽ 25, 7ൽ 12, 5ൽ 7. എഴുതിയോ? 10ൽ 17, 15ൽ 25, 7ൽ 12, 5ൽ 7. ഈ 4 എഴുതി കഴിഞ്ഞാൽ എല്ലാം ഒന്നിനേക്കാൾ കൂടുതലാണ്. പക്ഷെ എത്ര കുറവാണ്? 2ൽ കുറവാണ്. ശരിയാണോ? ആണോ? എല്ലാം ഒന്നിനേക്കാൾ കൂടുതലാണ്, 2ൽ കുറവാണ്. അപ്പൊ ഇനി നമുക്ക് അതിന് ഇടയ്ക്കുള്ള ഒരു സാധനം എടുക്കാം. 1.5 എടുക്കാം. 1.5 എടുത്താൽ 1.5 കൂടുതലാണോ? 10ൽ 17 ആകുമ്പോ 1.5 കൂടുതലല്ലേ? 10ൽ 15 ആകുമ്പോ 1.5 ആയില്ലേ? നോക്കിയേ, 15ൽ 25 ആകുമ്പോ 1.5 കൂടുതലല്ലേ? 15ൽ 15ന്റെ പകുതി 7.5, 1.5 കൂടുതലല്ലേ? 7ൽ 12, 7, 7, 3, 10 വരെയും 10.5 ആകുമ്പോ തന്നെ 1.5 ആയില്ലേ? പക്ഷെ നോക്കിയേ, 5ൽ 7, 5ൽ പകുതി, 5ന്റെ പകുതി ആകുമ്പോ എന്ത് വേണം? 7.5 വേണം. അപ്പൊ 7 ഉള്ളൂ. അപ്പൊ 1.5 കുറവുള്ള ഏതാണ്? 5ൽ 7 ഇതല്ലേ ഉത്തരം? ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് ഗണനചിന്ത. നമ്മൾ പഠിച്ച വേറൊരു മാർഗം, ആ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു മാർഗത്തിലേക്ക് ചിന്തിക്കുക. ഇപ്പൊ ഇങ്ങനെ ഈ ചോദ്യത്തിന് ഈ വഴിയായി, വേറൊരു ചോദ്യത്തിന് ഈ വഴി പറ്റത്തില്ല. ചോദ്യത്തിനനുസരിച്ചാണ് നമ്മൾ വഴി തീരുമാനിക്കുന്നത്. ഓരോ ചോദ്യത്തെ അനലൈസ് ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള വഴിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ അടുത്തൊരു ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഈ വഴി പറ്റത്തില്ല, വേറൊരു വഴിയായിരിക്കും പറ്റുന്നത്. അതിനകത്ത് ചിലപ്പോൾ വേറൊരു പ്രത്യേകത കാണും. ആ പ്രത്യേകത എന്താണെന്ന് ഇത് ഞാനിട്ട ചോദ്യമല്ല കേട്ടോ. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ഇട്ട ചോദ്യമല്ല. ഇത് കേറ്ററ്റിന്റെ പരീക്ഷയുടെ ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങളൊക്കെ ആരെങ്കിലും എഴുതിയ വർഷത്തെ ഒരു ചോദ്യം തന്നെയാണ്. അല്ല, ഞാൻ ഇട്ട ചോദ്യമല്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഏതൊരു ചോദ്യത്തിനകത്ത് ചോദ്യം ഇടുന്ന ആളിന്റെ അല്ലെങ്കിൽ എവിടെ എല്ലാം എന്ത് കാണും, ഇങ്ങനൊരു തലം ആ ചോദ്യത്തിനകത്ത് കാണും. നമ്മൾ ഏത് ചോദ്യം എടുത്ത് പരിശോധിച്ചാലും കാണും. അപ്പോൾ ആ ഒരു വഴി കണ്ടെത്തിക്കൊണ്ട് അങ്ങനൊരു തലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഒരു വേറിട്ട ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് നേടുക അതാണ് ഗണനചിന്ത. അപ്പൊ ഒരു കുട്ടിയുടെ വഴിയായിരിക്കത്തില്ല വേറൊരു കുട്ടിയുടെ. എന്ന് പറഞ്ഞാൽ ചിന്തയുടെ ഗണിതവൽക്കരണം എന്ന് പറയുന്നതിന്റെ കുറച്ചുകൂടെ ഉയർന്ന തലമാണ് ഇത് ഗണനചിന്ത. ചിന്തയുടെ ഗണിതവൽക്കരണം നടത്തിയാലേ എങ്ങോട്ട് എത്താൻ പറ്റൂ? ഗണനചിന്തയിലേക്ക് എത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ
മുമ്പോട്ട് പോകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന കാര്യത്തിനകത്ത് വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പക്ഷേ എന്താണ് ഈ നമ്മൾ വാക്കിലൂടെ പറഞ്ഞ ഒരു സാധനത്തെ ഒരു പക്ഷേ ഒരു ഉദാഹരണം കൊണ്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. കാര്യം ഇതെന്ന് പറയാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം. പ്രാധാന്യം കൊടുത്തിട്ടില്ലേ സാർ മനക്കണക്കിന്? മനക്കണക്കിന് പ്രാധാന്യം ഉണ്ട്. മനക്കണക്കിന് പ്രാധാന്യമുണ്ട്. അപ്പോ ഈ മനക്കണക്കിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതും ഇതിനു വേണ്ടിയാണ്. അത് നമ്മൾ നേരത്തെ പറയുന്ന കാര്യമാണ്, കഴിഞ്ഞ പുസ്തകത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴേ ഇപ്പം പുസ്തകത്തിനകത്ത് കുറെ കൂടി ആ ഒരു അവതരണത്തിൽ തന്നെ ആ ഒരു എലിമെന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനക്കണക്കിന്റെ രീതി, ചിന്തിക്കുന്ന രീതിയൊക്കെ 16+3 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 10+3 അങ്ങനെ ഒരു ചിന്തയിൽ കൊണ്ടുവന്നിട്ട് മനക്കണക്കിൽ തന്നെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുക. അല്ല, അത് നേരത്തെ പറയുന്നതാണ്. ഈ 16+3 കൂടുതൽ ഇപ്പൊ എത്രയാണ് ഈ 16+, 19+25. ഓക്കെ, അതെ, 25 ഒരു 1 എടുത്ത് 19 കൊടുക്കുമ്പോൾ 20 ആവുകയും ബാക്കി 24 കൂട്ടുന്ന ഒരു ലോജിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ പല ലോജിക്കുണ്ട്. ഇവിടെ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പറഞ്ഞ എന്താണ് ടീച്ചർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗണതചിന്തയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. കാര്യം 19നെ 20 ആക്കി ചെയ്യുക എന്നുള്ളത് ആ ഒരു ചിന്തയാണ്. പക്ഷെ ചിലരാണെങ്കിൽ 25 19 കൂട്ടുമ്പോൾ 25 20 കൂട്ടും 45, എന്നിട്ട് ഒന്ന് കുറച്ചാണ്. അപ്പൊ അത് വേറൊരാൾ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, എന്താണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുകയും ഏറ്റവും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കാൻ ഒരു കുട്ടിയെ കഴിയണം. അപ്പൊ അങ്ങനെ കഴിയണമെങ്കിൽ എന്ത് വേണം, വ്യത്യസ്തമായ രീതി ഓരോ കുട്ടിയെയും ചെയ്യാൻ അനുവദിക്കണം. അത് ക്ലാസ്സിൽ പറയാൻ കുട്ടിക്ക് അവസരം കൊടുക്കണം. അപ്പൊ അങ്ങനെ അവസരം വരുമ്പോഴാണ് ഒരു പക്ഷേ വേറൊരു കുട്ടി ഇന്ന് അയ്യോ ഞാനിത് ആലോചിച്ചില്ലല്ലോ, ഇങ്ങനെയും ചെയ്തുകൂടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന മെറ്റാ തിങ്കിങ് എന്ന് പറയുന്നത്, ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. അല്ലെ, മെറ്റാ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുള്ള ഒരു വാക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതീത ചിന്ത. അപ്പോ ഈ പറഞ്ഞ ഒരു സാധനം, ഈ പറഞ്ഞൊരു കാര്യം നടക്കണമെങ്കിൽ എന്ത് വേണം, ഇങ്ങനൊരു അവസരം ക്ലാസ്സിൽ ഉണ്ടാവണം. ഓരോ കുട്ടിക്കും ഉത്തരം കണ്ടെത്താനും ആ കണ്ടെത്തുന്ന കാര്യം പറയാനുമുള്ള അവസരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണമൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പൊ അവിടെ വരുമ്പോൾ ഒരു ചോദ്യം കൊടുക്കുമ്പോഴാണ് പല വഴി ഉണ്ടാകുന്നത്. ഒരു കുട്ടി പറയുന്ന വഴിയായിരിക്കുന്നില്ല വേറൊരു കുട്ടി പറയുന്നത്. അപ്പൊ നമ്മളത് നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് ഇതെല്ലാം ക്ലാസ്സിൽ കുട്ടിക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ പല അധ്യാപകരും കാണുന്നത് എന്താണ്, ഒരുപാട് കണക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്, കൂടുതൽ കണക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. പക്ഷെ കൂടുതൽ കണക്ക് ചെയ്യിക്കുക എന്നുള്ളതല്ല, എന്താണ് ചെയ്യുന്ന കണക്ക് നന്നായി ചെയ്യുകയും അതിൽ പല രീതിയിൽ ചിന്തിക്കാനും അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കുക, അധ്യാപകരുടെ ഗ്രൂപ്പിലെല്ലാം ഇഷ്ടം പോലെ കണക്കങ്ങ് വരികയാണ്. ഇതെല്ലാം എന്താണ് പല സാറന്മാരും കുട്ടികൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുട്ടികൾ ഇത് എന്താണ് ചെയ്ത് മുഷിയുകയാണ്. പക്ഷെ അങ്ങനല്ല നടക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് കൊളാബറേറ്റീവ് ലേണിംഗിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടി ഇത് ചെയ്യുകയും അവനവന്റെ എന്താണ് വഴി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ 2 or 3 പ്രവർത്തനം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആദ്യം ചെയ്യാത്ത കുട്ടിക്കും ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം അവനുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പഠനമാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മുടെ എന്താണ് ക്ലാസ്സിൽ നടക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പല കാര്യത്തെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. ആദ്യം പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും മറ്റേതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ പിന്നെ ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ELPS എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എക്സ്പീരിയൻസ്, ലേണിംഗ്, ലാംഗ്വേജ്, പിക്ചറൈസേഷൻ, സിമ്പൽ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അത് എന്താണ് ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ 3 എന്നൊരു ആശയമാണെങ്കിൽ നമ്മൾ 3 യഥാർത്ഥ വസ്തുക്കൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 3+2=5 എന്നാണെങ്കിൽ 3ഉം 2ഉം കൂടെ ചേർത്ത് 5 കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഭാഷയിലൂടെ പറയുന്നത്. അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ നമ്മൾ ഈ ആശയത്തെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് ഈ സാധനത്തെ നമ്മൾ ചിത്രീകരിക്കുക. നാലാമതാണ് ഏറ്റവും അവസാനമാണ് സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ തലമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ കുട്ടിക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് സിമ്പലുകളാണ്. അതുകൊണ്ട് സിമ്പലുകൾ നമ്മൾ അവനെ ഏറ്റവും അവസാനം മാത്രമേ പരിചയപ്പെടുന്നുള്ളൂ. ആദ്യം നമ്മൾ എന്താണ് ക്രിയയാണ് ബോധ്യപ്പെടുന്നത്. ഇപ്പൊ 3ഉം 2ഉം 5 എന്ന് പറഞ്ഞിട്ടാണ് 3+2=5 എന്ന് പറയുന്നത്. അപ്പൊ അത് കണക്കിന്റെ അല്ലെങ്കിൽ ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ്. അതേപോലെ ഗണിതത്തിൽ ഗണിതത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ സ്പൈറലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടില്ലേ? സ്പൈറലിംഗ്, ചാക്രിയാരോഹണം, അത് തന്നെ. അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും കണക്കിനകത്താണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരക്ക സംഖ്യ കൂട്ടാൻ പഠിക്കുന്ന ഒരു കുട്ടി വീണ്ടും 2 അക്ക സംഖ്യ പഠിക്കുമ്പോൾ നമ്മൾ എവിടുന്നാ തുടങ്ങുന്നത്? ഒരക്കത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അല്ലെ, ശരിയല്ലേ?
ഇപ്പൊ 8 7 കൂട്ടാൻ പഠിച്ച ഒരു കുട്ടി പിന്നെ അടുത്ത ക്ലാസ് വരുമ്പോൾ അവൻ 15 18 കൂട്ടാൻ പഠിക്കുകയാണ്. പക്ഷെ അവൻ വീണ്ടും എങ്ങോട്ട് തിരിച്ചു വരും? ഈ 8 5 കൂട്ടുന്നത് തിരിച്ചു വരും. അപ്പൊ ഇങ്ങനെ വീണ്ടും വന്നിട്ട് താഴോട്ട് വന്നിട്ട് വീണ്ടും മേലോട്ട് പോകുന്ന, അങ്ങനെ കറങ്ങി കറങ്ങി പോകുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കിനകത്താണ് അതിന്റെ ഈ പറഞ്ഞ ചാക്രികാരോപണത്തിന്റെ അല്ലെങ്കിൽ സ്പൈറലിങ്ങിന്റെ ഏറ്റവും നല്ല സാധ്യത ഉപയോഗിക്കാൻ പറ്റുന്ന കണക്കിനകത്താണ്. അപ്പൊ അത് തിരിച്ചു വന്ന് പോകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആദ്യം ഇത് പഠിക്കാൻ കഴിയാത്ത കുട്ടിക്ക് വീണ്ടും ഒന്നുകൂടെ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അതും കണക്കിന്റെ ബന്ധിപ്പിച്ച് പഠിക്കുക എന്ന് പറയാൻ പറ്റുമോ സാർ? അതിന് ബന്ധിപ്പിച്ച് പഠിക്കുക എന്ന് പറയാൻ പറ്റുമോ? ബന്ധിപ്പിക്കൽ തന്നെയാണ്. പക്ഷെ അത് ഇവിടുത്തെ മാത്രം ബന്ധിപ്പിക്കലാണ്. ഒരിക്കൽ പഠിച്ചതിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് പോകല് മാത്രമേ ഉള്ളൂ, മറ്റേതല്ല. എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചത് വീണ്ടും ഒന്നുകൂടെ വരുന്നു, പക്ഷെ അത് പെട്ടെന്ന് അവിടെ വന്നിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോകുന്നു. വീണ്ടും അടുത്ത ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പഴയതിലേക്ക് വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കണക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വേറിട്ട ചിന്തയാണ്. വേറിട്ട ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കണക്കിലെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ വേറിട്ട ചിന്തയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ സർഗാത്മകത കണക്കിലുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കിലെ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഒരാൾ ചിന്തിക്കുന്നതിൽ നിന്നും വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളിനെയാണ് സർഗാത്മകതയുള്ള ആളെന്ന് പറയുന്നത്. ഒരുപക്ഷെ വേറെ തരത്തിൽ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, നല്ല ജിയോമെട്രിക് പാറ്റേൺ വരയ്ക്കുന്ന ആൾ സർഗാത്മകതയുള്ള ആളായിരിക്കും. പക്ഷെ അതും വേറിട്ട ചിന്തയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, അതെല്ലാം ഞാൻ പറഞ്ഞതിനകത്ത് വരും. നിങ്ങളിപ്പോ ചിന്തിക്കുകയാണ് ഒരു നല്ല ജിയോമെട്രിക് പാറ്റേൺ വരയ്ക്കുന്ന ഒരാൾ സർഗാത്മകതയില്ലേ എന്ന്. ആ നല്ല പാറ്റേൺ വരയ്ക്കുന്നത് എന്താണ്? സാധാരണ ഒരാൾ വരയ്ക്കുന്നതും വേറിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കണക്കിലെ സർഗാത്മകത എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ എന്ത് പറയാം? വേറിട്ട് ചിന്തിക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം. ഒരു കണക്കിന്റെ ക്രിയ വെച്ചുകൊണ്ട് നോക്കാം, ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ചിന്തിക്കാം, രൂപങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കാം, എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അപ്പൊ എങ്ങനെയായാലും ഈ ഒരു ആശയത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. കണക്കിലെ ഒരു പക്ഷേ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്കിലെ ചില സാർമാരോ കണക്കുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. സർഗാത്മകത ഭാഷയിലുണ്ട്, പക്ഷേ സർഗാത്മകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ കണക്കിലെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ യഥാർത്ഥം എന്താണ്? മറ്റൊരാൾ ചിന്തിക്കുന്നതിൽ നിന്ന് വേറിട്ട രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കഴിവ് ഏറ്റവും നന്നായിട്ടുള്ള ആളാണ് എന്താണ് ഈ പറയുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു കാര്യം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്. അവിടെ നേരത്തെ നിങ്ങൾ മനക്കണക്കിന്റെ കാര്യം ചോദിച്ചു. മനക്കണക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു സർഗാത്മകതയല്ല, അതൊരു കഴിവ് മാത്രമാണ്. പക്ഷേ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഇതിലാണ് സർഗാത്മകതയുള്ളത്. ഒരു ഗണിത പ്രശ്നം പരിഹരിക്കുമ്പോഴാണ് സർഗാത്മകതയുള്ളത്. ഇപ്പൊ 32 15 എത്രാന്ന് കൂട്ടുമ്പോൾ മനസ്സിൽ അതിന്റെ ഉത്തരം പറയുന്ന ഒരാളിന് എന്ത് കാണണമെന്നില്ല? ഗണിതത്തിലെ സർഗാത്മകത ഉണ്ടാവണമെന്നില്ല, അയാൾക്ക് ഗണിത ശേഷി ഉണ്ടാവണമെന്നില്ല. അത് അയാളുടെ പ്രാക്ടീസോട് നേടുന്നതാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇപ്പം കടകളിലൊക്കെ ഇരിക്കുന്ന ഒരു കാൽക്കുലേറ്റർ ചെയ്യുന്നത്. പക്ഷെ അല്ലാതെ വഴിയേറിയിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, ബസ്സിലെ കണ്ടക്ടർമാര്, അവരെല്ലാം മനക്കണക്കായിട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ അവരൊന്നും കണക്കിന് മിടുക്കന്മാരാവണമെന്നില്ല. കാര്യം അത് അവരുടെ പ്രാക്ടീസ് കൊണ്ട് അവർ നേടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വേഗത്തിൽ കണക്കൂട്ടാനുള്ള കഴിവ് എന്തല്ല? ഗണിത ശേഷിയല്ല. ഗണിതശേഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള ചോദ്യം കൊടുത്താൽ ആ ചോദ്യത്തിന്റെ കുരുക്കഴിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള കഴിവാണ് ഗണിതശേഷി. അപ്പൊ ഞാൻ പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ അല്ലെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ അവിടെയാണ് വേറിട്ട ചിന്ത വരുന്നത്. എവിടെയല്ല ഒരു മനക്കണക്കായിട്ടൊരു സംഖ്യ കാണുന്നതിനേക്കാൾ വേറിട്ട ചിന്ത വരുന്നത് ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് വേറിട്ട ചിന്തയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇനി കണക്കിന്റെ പുസ്തകം, ഞാൻ കണക്കിന്റെ പാഠപുസ്തകം എഴുതാൻ പങ്കെടുത്താണെന്ന രീതിയിൽ അതിനകത്തെ ചില മാറ്റങ്ങൾ പറയാം. മറ്റുള്ള വിഷയ മാറ്റങ്ങൾ എനിക്ക് അത്രയും പറയാൻ അറിയത്തില്ല, അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പോ കണക്കിന്റെ പുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലും ഇപ്പൊ 6ാം ക്ലാസ്സിലെ പുസ്തകത്തിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് വെച്ചുകൊണ്ടുള്ള ചില മാറ്റമാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഇനി വരുന്ന പുസ്തകത്തിൽ ഭിന്നസംഖ്യ 5ാം ക്ലാസ് മുതലേ ഉള്ളൂ. ഇപ്പൊ 4ലെ പുസ്തകത്തിൽ ഭിന്നസംഖ്യ ഉണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടു കാണും 3ലെ പുസ്തകത്തിൽ ഭിന്നസംഖ്യ ഇല്ല. ശരിയല്ലേ? പഴയ 3ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഭിന്നസംഖ്യ ഉണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 3ലെ പുസ്തകത്തിൽ ഭിന്നസംഖ്യ ഇല്ല. പക്ഷെ ഇപ്പൊ 4ലെ പുസ്തകത്തിൽ ഭിന്നസംഖ്യ ഉണ്ട്. പക്ഷെ 4 പുതിയ പുസ്തകത്തിൽ ഭിന്നസംഖ്യ ഉണ്ടാവത്തില്ല. അപ്പൊ ഞാൻ പുസ്തകത്തിന്റെ വർക്ക് നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഭിന്നസംഖ്യയുടെ പഠനം ഇനി ആരംഭിക്കുന്നത് UP മുതൽ മാത്രമേ ഉള്ളൂ. അതിപ്പോ വരാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കലണ്ടർ, സമയം പോലുള്ള കാര്യങ്ങൾ നേരത്തെ അവസാനിക്കുന്ന എത്രയിലായിരുന്നു? കലണ്ടർ സമയമൊക്കെ 4ലായിരുന്നു അവസാനിക്കുന്നത്, ശരിയല്ലേ? പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 5ലെ ഇപ്പോഴത്തെ 5ലെ പുസ്തകത്തില് കലണ്ടറിന്റെ സമയത്തിന്റെ അധ്യായമുണ്ട്, 5ാം ക്ലാസ്സിലുണ്ട്. എന്ന് പറഞ്ഞാൽ 5ലാണിത് വരുന്നത്. കാര്യം 5ൽ വരുന്നത് കൊണ്ട് അവിടെ കുറച്ചുകൂടി യുക്തിപരമായ ചോദ്യങ്ങളുണ്ട്. മുമ്പ് 4ാം ക്ലാസ് ചോദിച്ചതിനേക്കാൾ കുറച്ചുകൂടെ യുക്തിപരമായ ചോദ്യങ്ങൾ ഇപ്പൊ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ആ പാഠത്തിന്റെ അവസാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ ചില ദിവസം വെച്ചുകൊണ്ട് അടുത്ത മാസത്തെ തീയതി, അതിന്റെ സാധ്യതയൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള കുറച്ചുകൂടെ നല്ല പ്രയാസമുള്ള ചോദ്യങ്ങൾ
ഇപ്പോഴത്തെ അഞ്ചിലെ പുസ്തകത്തിനകത്തുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴത്തെ അഞ്ചിലെ അധ്യാപകർ അത് പഠിപ്പിക്കാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കാര്യം അവർ ഈ ഒരു സാധനം ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല, 4-ലെ സാറാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ 4-ല് ഒരു ടീച്ചർ USS കുട്ടികളെ പഠിപ്പിച്ച ചില ചോദ്യങ്ങളൊക്കെ ഇപ്പൊ 5-ലെ പുസ്തകത്തിലെ പാഠത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് വന്ന മറ്റൊരു മാറ്റം. ഇനി അതേപോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ വലിയ സംഖ്യകളുടെ 2 അക്ക സംഖ്യകളുടെയൊക്കെ ഗുണനവും ഹരണവും ഒക്കെ കഴിഞ്ഞ് 5-ലേക്ക് മാറി. നേരത്തെ അതെല്ലാം 4-ാം ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരുപക്ഷെ 4-ലെ കുട്ടി ഇതോട്ട് പഠിക്കത്തുമില്ല. നമ്മൾ എത്ര പഠിപ്പിച്ചാലും 4-ാം ക്ലാസ്സിൽ ഈ കുട്ടിക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ പ്രയാസമുള്ള വലിയ സംഖ്യകൾ ഉൾപ്പെടുന്ന ക്രിയകളും എല്ലാം 5-ലേക്ക് മാറി. അപ്പോൾ അത് കുറച്ചുകൂടെ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ വന്ന ഒരു മാറ്റമാണ് ആ ഒരു കാര്യം. അതേപോലെ വേറെ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം UP തലത്തിലെ, ഇപ്പൊ നിങ്ങൾ LP കാരാണ്, പക്ഷെ എങ്കിൽ കൂടി UP വരെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ അങ്ങനൊന്നും ചോദിക്കുന്ന ഒരു പ്രശ്നമൊന്നും. കാര്യം നമ്മൾ സ്കൂളിലെല്ലാം അറിയേണ്ടതാണ്. നേരത്തെ ഭിന്നസംഖ്യ എന്ന് പറയുന്ന കാര്യം പഠിപ്പിച്ചിരുന്നത് 5-ലും 6-ലും മാത്രമായിരുന്നു. 4-ന് തുടങ്ങുമായിരുന്നു, 7-ാം ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഇപ്പൊ ശരിക്കും ഭിന്നസംഖ്യയുടെ അടിസ്ഥാനമായ ആശയങ്ങൾ 5-ാം ക്ലാസ്സിലും അതിന്റെ സങ്കലനം വ്യവകലനം പോലുള്ള ക്രിയകൾ 6-ാം ക്ലാസ്സിൽ, ഇനി 6-ല് വരുന്ന പുസ്തകത്തിൽ 6-ലുണ്ടാവും. അതേപോലെ അതിന്റെ ഗുണനവും ഹരണവുമാണ് 7-ല് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭിന്നസംഖ്യയായി ബന്ധപ്പെട്ട പാഠത്തിനകത്ത് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് പലിശ എന്ന് പറയുന്ന കാര്യം ഇനി ഇല്ല, 7-ാം ക്ലാസ്സിൽ ഇല്ല. അത് ചിലപ്പോൾ ഹൈസ്കൂളിലും കാണത്തില്ല എന്നാണ് പറയുന്നത്. അതേപോലെ സമയവും ദൂരം എന്നുള്ള ചാപ്റ്റർ നേരത്തെ ഉണ്ടായിരുന്നു, അത് ഹൈസ്കൂളിലേക്ക് മാറി. ന്യൂനസംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ എന്ന ന്യൂനസംഖ്യകൾ എന്ന ചാപ്റ്റർ അതിന്റെ ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു, അതും 7-ാം ക്ലാസ്സിലേക്ക്, 7-ാം ക്ലാസ്സിലല്ല 8-ാം ക്ലാസ്സിലേക്ക് മാറി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 3 കാര്യങ്ങളാണ് ഇല്ലാത്ത. പലിശയില്ല, സമയവും ദൂരവും ഇല്ല, ന്യൂനസംഖ്യകളില്ല. പക്ഷെ പലിശ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചാൽ 1 വർഷം കഴിയുമ്പോൾ എത്ര ശതമാനം പലിശ കിട്ടും. അത് 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ആകുമ്പോഴാണ് സാധാരണ പലിശയാവുന്നത്. എന്ന് പറഞ്ഞാൽ ശതമാനത്തിന്റെ ഉപയോഗം എന്നുള്ള തരത്തിൽ മാത്രം പലിശയെ പറ്റി ഒരു ചോദ്യം എന്തോ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തില്ല, ഈ പറയുന്ന ഒരു കാര്യം ഇല്ലാത്ത രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടത്. അതേപോലെ സയൻസിനകത്ത് ഞാൻ കണക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇത് പറയാം, ഞാൻ ഈ കാര്യം കൂടി ഇവിടെ തന്നെ പറയാം. ഈ പഠന നേട്ടവും പഠന ലക്ഷ്യങ്ങളും തമ്മിലുള്ള കാര്യം. ഈ പഠന നേട്ടം എന്ന് പറയുന്നത്, ഒരു കുട്ടി ഒരു പഠന നേട്ടം നേടുക എന്ന് പറഞ്ഞാൽ ആ നേട്ടം അവൻ നേടി അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരു തലത്തിൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റൂ. അപ്പൊ ഇന്ന നേട്ടം നേടി എന്ന് പറയുമ്പോൾ അതെന്താണ്, ആ ഒരു കാര്യം നേടി അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരു തലമാണ്. അപ്പൊ അവിടെ ആ ഒരു കാര്യത്തെ നമ്മൾ എടുക്കുമ്പോൾ ആ കുട്ടി നേടി അല്ലെങ്കിൽ ഇല്ല, അതിനകത്തൊരു ഒരു കുറച്ചുകൂടെ അതിനെ ഒരു വിശകലനം ചെയ്യാനോ സൂക്ഷ്മമായിട്ട് കാണാനോ നമുക്ക് കഴിയത്തില്ല. പക്ഷെ പഠന ലക്ഷ്യങ്ങളാണെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ലക്ഷ്യത്തിൽ പടവുകളുണ്ട്. ഒരുപക്ഷെ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ ലക്ഷ്യത്തിൽ പടവുകളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം പറയാം. ഇപ്പോ അത് LP-യിലെ ഉദാഹരണം എനിക്ക് പറയാൻ ഇപ്പൊ പറ്റത്തില്ല, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ UP നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. പുസ്തകത്തിലുള്ളതാണ്, 7-ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അതിന് ഭിന്നസംഖ്യ എന്ന് പറയുന്ന ആശയം നമുക്കറിയാം. ഭിന്നസംഖ്യയുടെ ഗുണനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഭിന്നസംഖ്യയുടെ ഗുണനം അറിയാമോ നമ്മൾ എന്ത് ചെയ്യാണ്, പരിശോധിക്കുകയാണ്. ഭിന്നസംഖ്യയുടെ ഗുണനം അറിയാമോ? അപ്പൊ ഭിന്നസംഖ്യയുടെ ഗുണത്തിന്റെ ഏറ്റവും ഉയർന്ന തലം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഭിന്നസംഖ്യയുടെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു മിശ്ര ഭിന്നത്തെ, ഒരു എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും ചേർന്ന ഒരു ഭിന്നത്തെ അതേപോലെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് അതിന്റെ ഏറ്റവും ഉയർന്നതാണ്. അപ്പൊ അത് ചെയ്യുന്ന ഇപ്പൊ 2.5 ഗുണം 3.5, അല്ലെങ്കിൽ 2 3/1 ഗുണം 3 4/1, ഇങ്ങനെ വരുന്ന ഒരു ഗുണനക്രിയ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ ഏറ്റവും ഉയർന്ന തലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് നോക്കിയേ, ആദ്യം കുട്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു എണ്ണൽ സംഖ്യ, ഒരു ഭിന്നസംഖ്യയുടെ മടങ്ങാണ്. എന്ന് പറഞ്ഞാൽ 2/1 ഗുണം 3, 2/1 3 തവണ ചേരുമ്പോൾ എത്രയാണ്? 2/1 ഗുണം 3. അപ്പൊ അത് മടങ്ങുന്നാണെന്ന് പറയുന്നത്. തിരിച്ച് 3ന്റെ 2/1 ഭാഗം എത്രയാണ്? അവിടെ ഇപ്പൊ എഴുതുന്ന ക്രമം മാറുമ്പോഴാണ് അത് മാറുന്നത്. എഴുതുന്ന ക്രമം മാറുമ്പോൾ തന്നെ ആശയം മാറും. 1 2/1 3 തവണ എന്ന് പറഞ്ഞാൽ 2/1 ഗുണം 3 എന്നാണ്. തിരിച്ച് 3 ഗുണം 2/1 എന്ന് പറയുമ്പോൾ 3ന്റെ 2/1 ഭാഗമാണ്. ഇനി അടുത്ത മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ 3/1 ഗുണം 2/1. ഇത് ചെയ്യാൻ അറിയാമോ? ഈ 3 തലവും കഴിഞ്ഞാൽ പിന്നെ 4ാമത്തെ പറഞ്ഞപ്പോ 1.5 ഗുണം 2. ഒരു മിശ്രഭിന്നം എന്ന് പറയുന്നത്, മിശ്രഭിന്നം നമ്മൾ ഉപയോഗിക്കാറില്ല, എണ്ണൽ സംഖ്യ ഭിന്നസംഖ്യ ചേർന്ന രൂപത്തിന്റെ 2 മടങ്ങ് 3 മടങ്ങ് കാണാൻ അറിയാമോ? അടുത്തത് 3 എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ 2.5 മടങ്ങ് കാണാം, 3 ഗുണം 2.5.
അടുത്ത 6-മത്തതാണ് 2.5 ഗുണം 3.5 എന്ന് പറഞ്ഞാൽ ഇതറിയാവുന്ന ഒരു കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ പടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് എത്രയാണ്? 2/1 ഗുണം 3. ഒരു ഭിന്നസംഖ്യ എത്ര തവണ കൂട്ടുന്ന അല്ലെങ്കിൽ ആവർത്ത ഗുണനത്തിന്റെ തലത്തിലേക്ക് ചെയ്യാൻ അറിയാം. തിരിച്ച് എന്താണ് 3ന്റെ 2/1 ഭാഗം. അടുത്തത് 2/1 ഗുണം 3/1 പറഞ്ഞാൽ 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നു. പിന്നെ നാലാമത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഈ പറഞ്ഞ 1.5 ഗുണം 2 പറഞ്ഞ ഒരു മിശ്രഭിന്നത്തെ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. തിരിച്ച് എണ്ണൽ സംഖ്യയും മിശ്രഭിന്നം കൊണ്ട് ഗുണിക്കുന്നു. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു മിശ്രഭിന്നത്തെ മിശ്രഭിന്നം കൊണ്ട് ഗുണിക്കുന്നു. ഈ 6 തലത്തില് ഒരു കുട്ടി എവിടെ നിൽക്കുന്നെന്ന് നമുക്ക് അറിയാൻ പറ്റും. പഠന ലക്ഷ്യമാണെങ്കിൽ ഈ ലക്ഷ്യത്തെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിക്കുകയും മുറിച്ചിട്ട് കുട്ടി എവിടെ നിൽക്കുന്നു എന്ന് അറിയുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ അറിയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് 2/1 ഗുണം 3/1 ഗുണിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ അവിടെ വെച്ച് മനസ്സിലാക്കുന്നത് എന്താണ്? അവന് എന്താണ് മിശ്രഭിന്നം വരുന്ന അല്ലെങ്കിൽ വലിയ ഭിന്നം വരുന്നതാണ്. ഒന്നിനേക്കാൾ വലിയ ഭിന്നം കൊണ്ടാണ് ഗുണിക്കാൻ അറിയാത്തത്. അപ്പൊ ബാക്കി അവനെ പഠിപ്പിച്ചാൽ മതി. അപ്പൊ ഒരു തലത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ആ കുട്ടിക്ക് ഇനി എന്ത് സഹായമാണ് കൊടുക്കേണ്ടത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന വാക്കാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന വാക്ക്. ഇല്ലേ? സ്കഫോൾഡിംഗ് എന്ന വാക്ക് നമ്മൾ പറയാറുണ്ട്. സ്കഫോൾഡിംഗ് കൈത്താണ്. അപ്പൊ അത് ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എണ്ണൽ സംഖ്യയും ഒരു ഭിന്നസംഖ്യയോടെ ഗുണിക്കാൻ അറിയാവുന്ന കുട്ടിക്ക് കൈത്താങ് കൊടുത്താണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ എന്താണ്? ഒരു കുട്ടിക്ക് എന്ത് കൈത്താങ് നൽകണം, അവനെ എങ്ങനെ പഠനത്തിൽ സഹായിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? പഠന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിൽ കുട്ടി ഏത് പടവിലെത്തിയെന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടിയെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യത്തിലേക്ക് മാറിയപ്പോൾ അങ്ങനെയാണ് ആ ഒരു വിശാലമായ അർത്ഥത്തിലേക്ക് ഇതിനെ കാണുമ്പോഴാണ് ലക്ഷ്യമാകുന്നത്. അപ്പൊ അതാണ് ഈ പഠന നേട്ടത്തിൽ നിന്ന് ലക്ഷ്യമായി മാറിയത്. പക്ഷേ ഇതിനിടയ്ക്ക് തിരിച്ചു പോയി നിന്ന് വീണ്ടും നമ്മളിപ്പോ അതിലേക്ക് വരികയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ലക്ഷ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനല്ല, പഠന ലക്ഷ്യം നേട്ടം മാറി ലക്ഷ്യമായി. എന്തോ എഴുതുന്ന രീതിക്ക് ഒരു ചെറിയ മാറ്റമുണ്ട്, സ്റ്റേറ്റ്മെന്റ് ചെറിയൊരു മാറ്റമുണ്ട് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് യഥാർത്ഥം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാറ്റമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഒരുപക്ഷെ നമ്മൾ എന്താണ് നിങ്ങളെല്ലാ പുസ്തകങ്ങളുടെ ഈ 5ലെ 6ലെ അല്ല ഒരു 3ലെയും 4ലെയും പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ എന്താണ് ഈ 3ാം ക്ലാസ്സിലെ പഠന ലക്ഷ്യം എന്താണെന്നും 4ാം ക്ലാസ്സിലെ പഠന നേട്ടം എന്താണെന്നും ഒക്കെ ഒന്ന് വായിച്ച് അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഈ കാര്യത്തിൽ ധാരണ ഉണ്ടാവും. ഞാനിതിന്റെ ഒരു സൂചന അല്ലെങ്കിൽ ഈ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്നുകൂടെ ആ കാര്യം ഒന്നുകൂടെ വർക്ക് ചെയ്ത് നിങ്ങൾ നന്നായി പുസ്തകങ്ങളൊക്കെ വായിച്ചവരാണ് അതിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു തരത്തില് ഈ സാധനങ്ങളൊന്ന് ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ എന്താണ് സയൻസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അവിടെ ഇത് തന്നെയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള കഴിവ്, കാര്യകാരണ ബന്ധം കണ്ടെത്താനുള്ള കഴിവ്, അതേപോലെ നേടിയ അറിവ് ജീവിത സാഹചര്യങ്ങളെ പ്രയോഗിക്കാനുള്ള കഴിവ്, അതേപോലെ യുക്തി ഉപയോഗിച്ച് പ്രശ്നപരിഹരണം ചെയ്യാനുള്ള കഴിവ്, പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേടിയ അറിവിനെ പുനഃപരിശോധിക്കാനുള്ള കഴിവ്, അതേപോലെ മുൻവിധിയിൽ നിന്നും പക്ഷപാതത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള കഴിവ്, ശാസ്ത്രീയമല്ലാത്ത വിധി പ്രസ്താവങ്ങളെ തള്ളിക്കളയാനുള്ള കഴിവ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വളരെ കുഴപ്പമുണ്ടോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും കുട്ടി നേടിയാൽ സയൻസുമായി ബന്ധപ്പെട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ യഥാർത്ഥത്തില് സയൻസിന്റെ എവിടുത്തെ എന്താണ് കുഴപ്പം എവിടെയല്ല, പഠന ലക്ഷ്യങ്ങളിലെ കുഴപ്പമല്ല. കുഴപ്പം ക്ലാസ് മുറിയിലും പഠനത്തിലുള്ള കുഴപ്പമാണ്. ഈ ലക്ഷ്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. ഇതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഇതിനകത്ത് സാമൂഹ്യശാസ്ത്രത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ള, സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ രീതിശാസ്ത്രം ഇപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാത്തതാണ് കുഴപ്പം. കാര്യം ഇതൊരു സയൻസ് ആണെന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണാതെ എന്താണ് പണ്ടത്തെ പോലെ ഇപ്പോഴും ഒരുപാട് അധ്യാപകർ വായിച്ചു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യപാഠം ഇല്ലേ, മലയാളം പഠിപ്പിക്കുന്നവരോട് വായിച്ചു പഠിപ്പിക്കുന്ന ഒരു തരമാണുള്ളത്. അതല്ല, സാമൂഹ്യശാസ്ത്രം ഇതൊരു സയൻസ് ആണ് എന്ന് പറഞ്ഞാൽ സയൻസ് പഠിപ്പിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ ശേഷിയും, സയൻസ് പഠിപ്പിക്കുന്ന കുട്ടി നേടേണ്ട എല്ലാ ശേഷിയും ഈ പറഞ്ഞ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പാഠ്യപദ്ധതി പാഠ്യപദ്ധതിയായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെ പരമാവധി പരിഗണിച്ചുകൊണ്ടാണ് പാഠപുസ്തകം തയ്യാറാക്കുന്നത്. പുസ്തകത്തിൽ ഇങ്ങനെയുള്ള എലമെന്റുകൾ പുസ്തകത്തിലുണ്ടാവും. പക്ഷെ അതിനെ തിരിച്ചറിഞ്ഞ് അത് ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നുള്ളത് ആരുടെ കടമയാണ്? ടീച്ചറുടെ കടമയാണ്. അപ്പൊ അതിന് ഒരുപക്ഷെ അധ്യാപക പരിശീലനങ്ങളാണ് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്. പിന്നെ
വേറെ എന്ന് പറയുന്നത് അന്ന് ഞാൻ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ ഈ ചില പദ്ധതികൾ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചില നടക്കുന്ന ചില പദ്ധതികളുണ്ട്. അതിനകത്ത് ഒന്നിന്റെ പേര് എന്താണ്, ഈ നിപുൺ ഭാരത്. പക്ഷെ സ്കൂളിലൊക്കെ ഡെയിലി ബേസ് ആയിട്ട് പോയവർക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറയാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞത്. നേരത്തെ ഞാൻ അന്ന് പറഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയാത്ത ഒന്നിനുള്ള ഞാനിപ്പോ നോക്കിയതാണ് ഞാൻ പറയുന്നത്. അതിലെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിപുൺ ഭാരത് എന്ന് പറയുന്നത്. അപ്പൊ നിപുൺ ഭാരത് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാലും മതി. നാഷണൽ മിഷൻ ഫോർ ഫണ്ടമെന്റൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്ന് പറഞ്ഞാല് ഈ കൊച്ചു ക്ലാസ്സിലെ UP ക്ലാസ്സിലെ കുട്ടികളുടെ എന്താണ് എഴുത്തും കണക്കും, ഈ രണ്ട് കാര്യം, ഈ എഴുത്തും കണക്കും പഠിക്കാനുള്ള പദ്ധതിയാണ്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. ഒരുപക്ഷെ ആ ട്രെയിനിങ്ങിനകത്ത് പങ്കെടുത്ത ആളാണ്. ട്രെയിനിങ്ങിനകത്തല്ല, അതിന്റെ മൊഡ്യൂൾ തയ്യാറാക്കാൻ ഉൾപ്പെടെ പങ്കെടുത്തവരാണ്. അപ്പൊ അന്ന് നമ്മൾ ചില കാര്യം ചെയ്തപ്പോൾ രസകരമായ കാര്യം മനസ്സിലാക്കിയത്, ഇപ്പൊ നമ്മുടെ വീട്ടിലെ എന്താണ് ഒരുപക്ഷെ ഒരു ചെറിയൊരു ബക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് ഈ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു ചോദിച്ചപ്പോൾ ഒരൊറ്റ അധ്യാപകൻ പോലും ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ല. ഒരു ബക്കറ്റ്, നമ്മുടെ വീട്ടിലൊരു ബക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് ഈ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു ചോദിച്ചിട്ട് ഒരാളും പോലും ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്റർ എന്ന് പറയുമ്പോൾ 10 ലിറ്റർ ഒരാൾ പറയുകയാണെങ്കിൽ അത് 8, 9, 10, 11, 12 ഒക്കെ ആണെങ്കിൽ ആ ഉത്തരം ശരിയാണ്. പക്ഷെ 10 എന്ന് പറയുന്നത് 15 ആയിരിക്കും കൊള്ളുന്നത്, ചിലപ്പോൾ 20 ആയിരിക്കും കൊള്ളുന്നത്. ഇപ്പൊ ഇരട്ടിയൊക്കെ വ്യത്യാസം വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശേഷി എസ്റ്റിമേഷന്റെ കഴിവാണ്. അപ്പൊ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതി, അതിന്റെ ട്രെയിനിങ് ഒക്കെ ആയിരുന്നു ഈ നിപുൺ ഭാരതിന്റെ ഭാഗമായിട്ടുണ്ടായത്. അപ്പൊ അത് 2 കാര്യമാണ്. എന്താണ് നാഷണൽ മിഷൻ ഫോർ ഫണ്ടമെന്റൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്ന് പറഞ്ഞാൽ എഴുത്ത്, അതേപോലെ എന്താ പറഞ്ഞാൽ ഈ എഴുത്ത് വായന പോലുള്ള കാര്യവും, അതോടൊപ്പം എന്താണ് ഈ കണക്ക്. അതേപോലെ അവരന്ന് ചെയ്ത വായന എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത വായനാ പരിശോധന എന്ന് പറയുന്നത് ഒരു നിശ്ചിത സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഖണ്ഡിക നിശ്ചിത സമയം കൊണ്ട് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ അത് പരിശോധിച്ചപ്പോഴും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊന്നും അത് വായിക്കാൻ ആ സമയം കൊണ്ട് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ മിടുക്കരായ കുട്ടികൾക്ക് മാത്രമേ ആ നിശ്ചിത സമയം കൊണ്ട് അത് വായിച്ച് പൂർത്തിയാക്കാൻ കഴിയും. അപ്പൊ അവർ അങ്ങനെയുള്ള ചില എന്താണ് പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ വിലയിരുത്തുക. ഇത് ആ ഒരു തരത്തിലാണ്. അപ്പൊ ഇത് എന്താണ് ഇപ്പം ആ വർഷങ്ങൾക്ക് ഇപ്പം പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കാര്യമായ പ്രവർത്തനം നടക്കുന്നില്ല. അതുപോലെ ഇപ്പം മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് എന്ന് പറയുന്നത് STAR എന്ന് പറയുന്നതാണ് ആ പദ്ധതിയുടെ. ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കുന്നത്. ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് ഈ നടത്തുന്ന ദേശീയ സർവേകളിലൊക്കെ കേരളം മികച്ചതായതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. കേരളം മികച്ച നിലവാരം പുലർത്തുകൊണ്ട് കിട്ടുന്ന അവസരമാണ്. സ്റ്റാർസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്ന പല സഹായങ്ങളും ഈ SSK വഴി നമുക്ക് കിട്ടുന്ന പല സഹായങ്ങളും സ്റ്റാർസിന്റെ ഫണ്ടിൽ നിന്നാണ്. ഇപ്പൊ ശരിക്കും SSKക്ക് ഫണ്ട് കുറവാണ്. SSK നമുക്കെല്ലാം അറിയാമോ, സമഗ്ര ശിക്ഷാ കേരളം എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ SSKക്ക് പൈസ കുറവാണ്. ഇപ്പൊ SSK ചെലവാക്കുന്ന പൈസ കൂടുതൽ പൈസ സ്റ്റാർസിന്റെ വകയിൽ വരുന്ന പൈസയാണ്. ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 6 സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ. ഈ 6 സ്റ്റേറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ദേശീയ വിദ്യാഭ്യാസ ശരാശരിയിൽ മുമ്പ് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ രീതിയിലാണ് ഈ കേരളം, മധ്യപ്രദേശ് അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ആ സംസ്ഥാനങ്ങളിൽ സ്റ്റാർസിന്റെ പേരിലുള്ള പദ്ധതി സ്റ്റാർസ് നടപ്പിലാക്കുന്ന ഏത് വഴിയാണ്? SSK വഴി. SSKയുടെ ഓഫീസിൽ സ്റ്റാർസിന്റെ 1 മുതൽ 12 ക്ലാസ് വരെ ഒന്നിന്റെ കൂടെ കീഴിലല്ലേ? അത് എന്താണ് പ്രീ പ്രൈമറി മുതൽ 12 വരെയാണ്. യഥാർത്ഥത്തിൽ അത് എന്ന് പറയുന്നത് നേരത്തെ SSA ആയിരുന്നു, സർവശിക്ഷ അഭിയാനായിരുന്നു. അന്ന് ഈ SSA ഉണ്ടായിരുന്നപ്പോൾ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയായിരുന്നു SSA ഉണ്ടായിരുന്നത്. 9 മുതൽ 12 വരെ RMSA ആയിരുന്നു. അപ്പോ ഇത് 2018 ഇത് രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് SSK സമഗ്ര ശിക്ഷ എന്നായത്. സമഗ്ര ശിക്ഷ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കേരളത്തിൽ വരുമ്പോഴാണ് കേരള, തമിഴ്നാട് വരുമ്പോൾ തമിഴ്നാട്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ SSK എന്ന് പറയുന്നത് കേരളത്തിലായതുകൊണ്ടാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ അത് പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഒറ്റ കുടക്ക് ഇതായി മാറി. ഇപ്പൊ സ്കൂളിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഹയർ സെക്കൻഡറിയാണ് ഇപ്പൊ SSKയുടെ പൈസ കൊടുക്കുന്നത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന്റെ ലെവലാണ്. പണ്ടെന്ന് പറയുന്നത് എന്താണ് ഈ പൈസ എന്താണ് ഈ കൊടുക്കുന്നത് SSAയുടെ പൈസ കൊടുക്കുന്നതെല്ലാം ഹൈസ്കൂളിലെ 8ാം ക്ലാസ് ഉള്ളതുകൊണ്ട് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ. ഇപ്പോ ഈ സാമ്പത്തിക ഇടപാടിന്റെ എന്ന് പറഞ്ഞാൽ SSK ആയി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ 1 മുതലുള്ള 12 വരെയുള്ള സ്കൂളിലായാൽ പോലും ഈ പൈസ കൊടുക്കുന്നത് എന്താണ് പ്രിൻസിപ്പലിനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 12 വരെ ഈ കാര്യം നടപ്പിലാക്കുന്നു. അപ്പോൾ ആ അത് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന ക്ലാസിന്റെ എന്താണ് തലവൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പ്രിൻസിപ്പലിന് പൈസ കൊടുക്കുന്നത്. അപ്പൊ അത് ഇതിനകത്ത് വന്ന് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. പിന്നെ അതേപോലെ ഈ നിങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഒന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അത് അവസാനിപ്പിച്ചപ്പോൾ അതിന്റെ പേരിൽ അതിപ്പോ പുതിയ പേരിലാണ് നടക്കുന്നത്, വിദ്യാഭ്യാസം. അപ്പൊ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ കോർഡിനേറ്റർ 2010 സാർ അവസാനിച്ചേ.
ഏത് പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം? അല്ല പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ആരംഭിച്ചത് 2014 എന്താണ് ഈ ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നപ്പോഴാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്കൂളുകളിൽ ഭൗതിക സൗകര്യം ഉണ്ടാവുകയും കെട്ടിടങ്ങളൊക്കെ വരികയും ചെയ്തത്. പക്ഷെ രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോഴാണ് അവര് അത് ഈ പദ്ധതികളിലെ 5 വർഷത്തിന്റെ ഒരു ഇത് വന്നതുകൊണ്ട് അത് നിർത്തുകയും അത് വിദ്യാകിരണം എന്നുള്ള പേരിൽ ആരംഭിക്കുകയും ചെയ്തു. യഥാർത്ഥ വിദ്യാകിരണം ആദ്യം തുടങ്ങിയപ്പോൾ സ്കൂളുകളിലൊക്കെ ഭൗതിക സൗകര്യം വളർത്താൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു പദ്ധതിയായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇന്നിപ്പോ അതിന്റെ പേര് വിദ്യാകിരണം ഈ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ തുടർച്ചയായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാകിരണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു എന്താണ് ഈ പുതിയ ഒരു ഇതായിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അത് ബാക്കിയെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അന്ന് പറഞ്ഞ സമയത്ത് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. MLL പറ്റി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഈ QAP പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള ഒരുപാട് മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൂടെ നിങ്ങൾ അതിൽ പറയാത്ത ചില കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് അനുജ എനിക്കത് അയച്ചു തന്ന് ഞാനത് കേട്ടുപോകും. അപ്പൊ കേട്ടിട്ട് അത് വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും സമയം കളയേണ്ടെന്ന് വിചാരിച്ചാണ് അത് ഈ വരാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഈ RSA SSA എന്ന് പറയുന്നത് ഈ കാര്യമായിരുന്നു. നിലവിലത്തെ ക്ലാസ്സുകളിലെ സംഖ്യാബോധം ഏത് 1-ാം ക്ലാസ്സിൽ ഏത് സംഖ്യകൾ വരെയാണ് എന്നൊക്കെ ഉള്ളതൊന്ന് അറിയാമോ? 1-ാം ക്ലാസ്സിൽ ഇപ്പൊ 20 വരെയുള്ള സംഖ്യകളാണ് ഇപ്പോഴും നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ സംഖ്യ എഴുതിയും വായിക്കുകയും ചെയ്യുമ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് രണ്ടാമത്തെ പാഠം ആവുമ്പോ തന്നെ 20 വരെയുള്ള സംഖ്യ ആവുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞ സംഖ്യാബോധം എന്ന് പറയുന്നതും സംഖ്യ പഠിക്കുന്നതും രണ്ടാണ്. സംഖ്യ വ്യാഖ്യാനിക്കുക അങ്ങനെയൊക്കെ വരുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എഴുതാനും വായിക്കാനും നമ്മൾ എത്ര വരെയും മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ ആ പറയുന്ന ഒരു കാര്യത്തെ ഒരു പക്ഷെ ഇപ്പോഴത്തെ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ 100 വരെ പഠിക്കുമ്പോൾ നമ്മൾ 110ലേക്ക് പോകുക എന്നുള്ള ഒരു സാധനം കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു രീതി ഇപ്പൊ വന്ന പുസ്തകങ്ങളിലേക്കുണ്ട്. നമ്മളിപ്പോ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 3 അക്ക സംഖ്യകളാണെങ്കിൽ അവിടെ 3 അക്ക സംഖ്യ 999 കഴിയുമെങ്കിലും ഒരു 1000 കഴിഞ്ഞിട്ട് അല്പം കൂടി മുമ്പോട്ട് പഠിക്കാനുള്ള സമീപനമുണ്ട്. കാര്യം അത് സംഖ്യ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ നമ്മളൊരു 20 വരെയെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ 20 വരെയുള്ള സംഖ്യകളാണ് കൂട്ടാൻ ഉപയോഗിക്കുന്നത്, കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു സംഖ്യയെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് 50നെ 20 20 10 എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ 35 15 50 എന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ അവൻ 50 എഴുതാനും വായിക്കാനും പറ്റും. അപ്പൊ അവിടെ സംഖ്യാബോധം 20 വരെ എന്ന് പറയുന്നത് അവിടെ 20 വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുന്ന ഈ ക്രിയകളുടെ തലത്തിലേക്ക് അവൻ അവിടെ വരെ മാത്രമേ പോകുന്നു. ഓരോ ക്ലാസ്സിലെയും ഓർമ്മയുണ്ടോ സാറേ? ഓരോ ക്ലാസ്സിലെയും പറയാൻ പറ്റും? ഓരോ ക്ലാസ്സിലെയും കൃത്യമായിട്ട് പറയാൻ നമുക്ക് 4 വരെ ആവുമ്പോ 10,000 വരെയുള്ള സംഖ്യകൾ 4-ാം ക്ലാസ് വരെ 10,000 ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഇനി വരുന്ന 5-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് 10,000-ന് ശേഷമുള്ള സംഖ്യകളും വലിയ സംഖ്യകളും എല്ലാം ഇപ്പോഴത്തെ 5-ാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അതേപോലെ നേരത്തെ ഇപ്പോഴത്തെ 4 പഠിക്കുന്ന ഗുണനങ്ങളെല്ലാം ഇപ്പൊ 5 തുടങ്ങുന്നുണ്ട്. പറയാം 4-ൽ 5 ഗുണനം പഠിച്ച കുട്ടിക്ക് അതേ ക്രിയ തന്നെയാണ് അവൻ 5 പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 1 മുതൽ 4 വരെയുള്ള കണക്കിന്റെ ഭാരം കുറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 4-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പണ്ട് പഠിക്കുന്നതിന്റെ അത്രയും കണക്ക് പഠിക്കാനില്ല. ആ രീതിയിലേക്ക് ഒരു ഭാരം കുറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ വന്ന മാറ്റം LP-യിലെ പ്രധാനപ്പെട്ട മാറ്റം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പൊ 100 വരെ പഠിക്കുമ്പോൾ തന്നെ അവൻ എന്തിലേക്ക് പോകുന്നുണ്ട്? 110 വരെ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിന്റെ അടുത്ത ഒരു തലത്തിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന ഒരു രീതിയിലാണ് പുസ്തകത്തിനകത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത്രയും മാത്രമേ എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റും. കാര്യം LP-യിലെ ഞാൻ LP-യായി ബന്ധപ്പെട്ടിട്ടില്ല, UP-യിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിലെ ട്രെയിനിങ് സമയത്തും UP-യിൽ നിന്ന് മാറി LP-യിലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ അല്ലാതെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ കണക്കിന്റെ ഗ്രൂപ്പിൽ വരുന്ന ചർച്ചയിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് ആശയപരമായിട്ട് അതുകൊണ്ട് ഏത് ക്ലാസ്സിൽ എന്ത് വരെ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഈ ഒരു സംഖ്യ കുട്ടി എഴുതുന്നു വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരെ പഠിച്ചു എന്ന് നമ്മൾ വിചാരിക്കരുത്. അതെന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ഇവിടെ എന്ന് പറയുമ്പോൾ ആ സംഖ്യയെ വ്യാഖ്യാനിക്കാൻ കഴിയുമ്പോഴാണ്. ഇപ്പൊ എനിക്ക് 100 വരെയുള്ള സംഖ്യാബോധം ഉണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം? 100നെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഇപ്പൊ എങ്ങനെ 66 36 100 എനിക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ 10 10 ചേരുമ്പോൾ 100 പറയാൻ കഴിയും. അല്ലെങ്കിൽ 200 100 കുറച്ചാൽ 100 പറയാൻ കഴിയും. അല്ലെങ്കിൽ 50 2 100 പറയാൻ കഴിയും. ഇങ്ങനെ 100നെ ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാമോ ആ തരത്തിലെല്ലാം വ്യാഖ്യാനിക്കാൻ കഴിയുമ്പോൾ മാത്രമേ എനിക്ക് 100 വരെയുള്ള സംഖ്യാബോധം ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതെനിക്ക് എന്തറിയാം? 100 വരെ എനിക്ക് എഴുതാനും അറിയാം,
വായിക്കാനും അറിയാം. ഒരുപക്ഷെ 100ന് മുമ്പുള്ള സംഖ്യയും പുറമുള്ള സംഖ്യയൊക്കെ ചിലപ്പോൾ ഞാൻ പറയുമായിരിക്കും. പക്ഷെ അവിടെ അതെന്തല്ല, സംഖ്യാബോധമല്ല. സംഖ്യാബോധം എന്ന് പറയുന്നത് എന്താണ്, സംഖ്യയെ വ്യാഖ്യാനിക്കാനുള്ള ആ ഒരു തരത്തിലൂടെ ഉള്ള കഴിവ് നേടുമ്പോഴാണ് നമ്മൾ ആ ഒരു ഇത് കൃത്യമായി നേടി നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് എനിക്ക് അതിനകത്ത് അതെവിടെയാണ്, അതുകൊണ്ടാണ് ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഈ നേരത്തെ പഠിച്ച ക്രിയകൾ കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സിലേക്ക് മാറ്റിയത്. അപ്പൊ ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെ, ഇത്രയാണ് എനിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് തയ്യാറായത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. സമയം കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമയം കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഏതാണ്ട് ഒരു കുരുട്ട് വന്നു സംസാരിച്ച ഏട്ടാ. അമ്മയെ വിടാനാണോ? അതെ അതെ അതെ. വേറെ ഡൗട്ട്സ്? ഡൗട്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച 1-2 ക്വസ്റ്റ്യനാ. ഗണിത ചിഹ്നങ്ങൾ എങ്ങനെ കുട്ടികളിൽ ഉറപ്പിക്കാം, അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണിത പഠനം എങ്ങനെ രസകരമാക്കി ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാം. ഈ രണ്ട് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗണിത ചിഹ്നങ്ങൾ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളല്ല ഉറപ്പിക്കേണ്ടത്, ക്രിയയാണ് ഉറപ്പിക്കുന്നത്. ചിഹ്നം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താണ്, ഇപ്പൊ ആവൃത്തി എന്താണ്, ഇപ്പൊ ഒരു 10, 5, 15 ഒരു കുട്ടിക്ക് പറയാൻ പറ്റുമെങ്കിൽ പിന്നെ അവനെ എഴുതാനും പാടില്ല. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അല്ലെങ്കിൽ എത്രയാണ് 10-ൽ 5 കുറച്ച് 5 അറിയാൻ അവിടെ ചിഹ്നത്തിന് പ്രസക്തിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചിഹ്നം ഉറപ്പിക്കണമെങ്കിൽ അങ്ങനെ ചിഹ്നം ഉറപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചിഹ്നം ഒഴിവാക്കി സംഖ്യ കൊടുത്താൽ മതി. അവിടെ അനുയോജ്യമായ ചിഹ്നം ഇടാൻ പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ 15, 10, 5. അപ്പൊ അവിടെ എന്താണ്, 15-ന് 10-നും ഇടയ്ക്ക് ഏത് ചിഹ്നം ഇടാം, 5 കിട്ടാൻ. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്ക്ഷീറ്റ് പോലെ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ എഴുതി കൊണ്ട് വർക്ക്ഷീറ്റ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക്ഷീറ്റിനകത്ത് കുട്ടിക്ക് അനുയോജ്യമായ ചിഹ്നം ഇടുകയാണെങ്കിൽ അവിടെ ക്രിയയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് യഥാർത്ഥത്തിൽ എന്റെ അഭിപ്രായത്തിൽ ചിഹ്നമല്ല കുട്ടി ഉറക്കേണ്ടത്, ക്രിയയാണ്. ക്രിയ മനസ്സിലാക്കുവാണെങ്കിൽ അവൻ പിന്നെ ചിഹ്നത്തിലേക്ക് വരും. അതാണ് എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഒരാളാണ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന മറുപടി അതായിരിക്കും. സാർ, ചിഹ്നം ഉറക്കുകയല്ല ആദ്യം വേണ്ടത്, ക്രിയ ഉറക്കുകയാണ്. ക്രിയയുള്ള കഴിവ് കുട്ടി നേടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ചിഹ്നം ഉറപ്പിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല എന്നായിരിക്കും ഒരു പക്ഷേ അതിന്റെ എനിക്കതിനുള്ള മറുപടി അതാണ്. പക്ഷെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കിയാൽ മതി, ആ വർക്ക്ഷീറ്റിനകത്ത് ഇതേപോലെ ചില ക്രിയകൾ. ഇപ്പൊ 5, 2, 10. അപ്പൊ അങ്ങനെ ചിഹ്നം 5 ഗുണം കണ്ടിട്ടാലേ എന്താവും, 10. അങ്ങനെ ചില വർക്ക്ഷീറ്റ് പോലെ കൊടുത്തുകൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ആക്ടിവിറ്റി എന്ത് കാര്യം ചെയ്യാനും ആക്ടിവിറ്റി തയ്യാറാക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആക്ടിവിറ്റി എത്രമാത്രം ഫലപ്രദമാകുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പൊ അവിടെ അല്ല യഥാർത്ഥത്തിൽ ഈ ക്രിയ അറിയാത്ത ഒരാൾക്ക് ചിഹ്നം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിയ ഉറക്കുകയാണ് വേണ്ടത്, ചിഹ്നമല്ലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഗണിത പഠനം രസകരമാക്കുക എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ആക്ടിവിറ്റി, ഇപ്പൊ അവിടെ ഈ ഓരോ കുട്ടിക്കും ചിന്തിക്കാൻ കഴിയുന്ന അവസരം അത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കുട്ടിയുടെ ഈ രസകരമാക്കുന്ന രസമല്ല, ഈ ഒരു കണക്കിന്റെ പഠനം നടക്കണമെങ്കിൽ അവന്റെ ചിന്തയെ എന്ത് വേണം, വാക്ക് പറയാന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഇപ്പൊ അവൻ പോകുന്ന നേരെയാണ്, ആ സാധനം അസന്തുലിതാവസ്ഥ. അവന്റെ ചിന്തയിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ആ സന്തുലിതാവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അവൻ എന്ത് ചെയ്യും, അവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് കണക്ക് പഠനം രസകരമാക്കാനുള്ള ഏറ്റവും നല്ല കാര്യം. അതാണ് അവന്റെ ചിന്തയെ അസന്തുലിതമാക്കി മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. അതാണ് ഞാൻ ഓരോരുത്തർക്കും പറയാനുള്ളതാണ്. എനിക്ക് പറയാനുള്ള ഉത്തരം ഓരോ കുട്ടിയുടെയും ചിന്തയെ അസന്തുലിതമാക്കി മാറ്റുക, അഭിപ്രേരണ നിലനിർത്തുക എന്ന് പറയാം. അഭിപ്രേരണ നിലനിർത്തുക എന്നും താല്പര്യം. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഒരു 3 എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണ്. ഈ അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, 3 മൂന്നക്ക സംഖ്യകൾ എഴുതും. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 3 മൂന്നക്ക സംഖ്യകൾ എഴുതും. ഒന്നാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ് രണ്ടാമത്തെ സംഖ്യ. ഒന്നാമത്തെ സംഖ്യയുടെ 3 മടങ്ങാണ് മൂന്നാമത്തെ സംഖ്യ. ഞാൻ പറയാം. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 3 മൂന്നക്ക സംഖ്യകൾ എഴുതണം. അതിൽ ഒന്നാമത്തെ സംഖ്യയുടെ എത്രയാണ്, 2 മടങ്ങാണ് രണ്ടാമത്തെ സംഖ്യ. ഒന്നാമത്തെ സംഖ്യയുടെ 3 മടങ്ങാണ് മൂന്നാമത്തെ സംഖ്യ.
ഈ അക്കങ്ങൾ ഈ സംഖ്യ എഴുതണം. 1, 3, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 3 അക്കങ്ങളാണുള്ളത്. അത് ഒരു 3 അക്ക സംഖ്യ, മറ്റൊരു 3 അക്ക സംഖ്യ, അടുത്തൊരു 3 അക്ക സംഖ്യ. 1, 3 നിബന്ധന ഇതേ ഉള്ളൂ. ഒന്നാമത്തെ സംഖ്യയുടെ 2 മടങ്ങാണ് രണ്ടാമത്തെ സംഖ്യ, ഒന്നാമത്തെ സംഖ്യയുടെ 3 മടങ്ങാണ് മൂന്നാമത്തെ സംഖ്യ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായത് എങ്ങനെ കണ്ടെത്തും? ഈ ഉത്തരം കണ്ടെത്തുന്നവർ എന്തുണ്ടാവും? ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എന്ത് വേണം? കുട്ടിയുടെ ഈ മനസ്സിന്റെ അസന്തുലിതാവസ്ഥയെ നിരന്തരം മാറ്റാൻ. അതിന് യഥാർത്ഥ ക്ലാസ്സിലെ കണക്കല്ല, ചിലപ്പോൾ ഈ മറ്റു കണക്കുകളാവും ഒക്കെ ചെയ്യാം. ഇങ്ങനെ സ്ഥിരമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കുട്ടി കണക്കിനോട് താല്പര്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയല്ല, ഉത്തരത്തിലെത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എനിക്ക് ഇപ്പൊ പറഞ്ഞ ഈ ചോദ്യത്തോട് എനിക്ക് പറയാനുള്ള ഒരു മറുപടി അതാണ്. നമ്മള് ഈ രസകരമാക്കുക എന്ന് പറഞ്ഞതിനകത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നത്. പിന്നെ അവർ എളുപ്പമാകുന്നതിനാണ് പഠനോപകരണങ്ങളോ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അവർ നേടാൻ കഴിയാത്ത ആശയങ്ങൾ, കുട്ടിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില ആശയങ്ങൾ നേടുന്നതിന് ചിലപ്പോൾ മൂർത്ത വസ്തുക്കൾ, പഠനോപകരണങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഉല്ലാസ ഗണിതത്തിന്റെ കിറ്റുകളിൽ കുറെ കളികൾ ഉണ്ടായിരുന്നല്ലോ, അത് പറയാമോ? അത് ഫുൾ കളികളാണ്. പറയാം. പക്ഷെ അത് ഈ രസകരമാക്കുന്നതിന്, ഈ ഗണിത പഠനം രസകരമാക്കുന്നതിന് ആ കളികൾ കുറിച്ച് പറയാൻ പറ്റും. ചില കളികൾ രസകരമാണെന്ന് പറയാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. കളികൾ രസകരമാണെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ ജിയോജിബ്ര എന്ന് പറയുന്നത് ഒരു LP ക്ലാസ്സിൽ അതിന്റെ സാധ്യത കുറവാണ്. UP-യിലേക്ക് ഞാൻ പറഞ്ഞത് LP-യില് ഈ പറയുന്ന ജ്യാമിതിയായി ബന്ധപ്പെട്ട തലത്തിലാണല്ലോ. അതിനകത്ത് അവിടെ വരുന്ന ത്രികോണങ്ങള്, ആവർത്തങ്ങള്, ചതുരങ്ങള്, രൂപങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗത്ത് മാത്രമേ പറ്റൂ. പക്ഷെ UP-യിലാണ് അതിൽ അഡിഷൻ ഒക്കെ വരുന്നില്ലയോ? ഇങ്ങനെ കട്ടകൾ ഇങ്ങനെ വന്നിട്ട് സംഖ്യ അടിച്ചു കൊടുക്കാനൊക്കെ. അത് വേറെ ടൂളാണ്. ഈ ജിയോജിബ്രയ്ക്കകത്ത് അതില്ല. ജിയോജിബ്ര എന്ന് പറയുന്നത് ഈ രൂപങ്ങളുമായി ബന്ധപ്പെട്ട മാത്രമേ ഉള്ളൂ. പക്ഷെ അതും ചെയ്യാൻ പറ്റും. ഈ അത് ജികോംബ്രസിനകത്തുള്ള ഗെയിമുകളുടെ ഇടയിൽ വരുന്നു. ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്തുണ്ട്, ജികോംബ്രക്സിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ജിയോജിബ്ര എന്ന് പറയുന്ന സാധനം യഥാർത്ഥ LP മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ശരി തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഹയർ സെക്കൻഡറിയിലെ പ്രാക്ടിക്കല് ലാബ് ചെയ്യുന്നത് ജിയോജിബ്ര ഉപയോഗിച്ചാണ്. അപ്പൊ അത് ചെയ്യണം. ജിയോജിബ്ര അറിയണം. ജിയോജിബ്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹയർ സെക്കൻഡറി സാർമാരെല്ലാം ജിയോജിബ്ര നന്നായിട്ട് പഠിച്ചിട്ടാണ് കാര്യം ചെയ്യുന്നത്. രംഗോമെട്രി ഉപയോഗിക്കുക എന്ന് കണ്ടു. രംഗോമെട്രി എന്ന് പറയുന്നത് ഒരു ഈ എന്താണ് ഞാനത് പറയാം. അത് ഈ നമ്മുടെ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഇവാ ഷീറ്റ് എന്ന് പറയുന്നത്. രംഗോലിയുടെ ചെരുപ്പുണ്ടാക്കുന്ന ഷീറ്റ്, ചെരുപ്പിന്റെ ഒരു അടിവശത്തിന്റെ പോലുള്ള ചെരുപ്പിന്റെ അടിവശം എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലേ, ഇവാ ഷീറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഷീറ്റിന്റെ പല നിറങ്ങളില് ഇവര് പല രൂപങ്ങൾ വെട്ടിയെടുക്കും. ത്രികോണം, ചതുരം, അങ്ങനെയുള്ള പല രൂപങ്ങൾ വെട്ടിയെടുക്കും. ഈ രൂപങ്ങളെ ഓരോ ഇതിനകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചില നല്ല പാറ്റേണുകളാണ്. ആ പാറ്റേൺ ഉണ്ടാക്കുന്ന സാധനത്തിലാണ് രംഗോമെട്രി. അത് ഈ പറയുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന ഈ ജോഡോജാൻ എന്നൊക്കെ പറയുന്ന ഈ ആൾക്കാരുണ്ട്. അവര് ഈ കണക്ക് പഠിപ്പിക്കുന്ന ചില പാറ്റേണുകളും കളികളും ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ഈ പാറ്റേൺ ഉണ്ടായിക്കൊണ്ട് ഇതിനകത്തൂടെ കണക്ക് ഈ രംഗോമെട്രി ഉപയോഗിച്ചുകൊണ്ട് അവര് രൂപങ്ങളും പഠിപ്പിക്കും, അതേപോലെ കണക്കും പഠിപ്പിക്കും. അത് ഈ അതൊരു എനിക്ക് തോന്നുന്ന രംഗോമെട്രി നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും, അത് വാങ്ങാൻ കിട്ടും അതിന്റെ സാധനം. ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ വടക്കൻ ജില്ലകളിലൊക്കെ ചില മണ്ഡലങ്ങളില് ചില MLA-മാരുടെ ഒക്കെ പദ്ധതിയുണ്ട്, വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ സാധനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ നമുക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടും. അപ്പൊ അത് രംഗോമെട്രി എന്ന് പറഞ്ഞാൽ പല നിറമാണ്, നല്ല ആകർഷകമായ സാധനമാണ്. ഒരു പക്ഷെ അത് ഈ നമ്മൾ ഈ പറയുന്ന റൂട്ട് നമ്മുടെ ഒരു ബുദ്ധിശക്തി വികസിക്കാനും ഭാവന വികസിക്കാനും ഒക്കെ സഹായിക്കുന്ന തലമുണ്ട്. അത് കണക്ക് പഠിപ്പിക്കാനും സഹായിക്കും. രംഗോമെട്രി എന്ന് പറഞ്ഞാൽ ഗണിത പഠനത്തിൽ സംഖ്യാബോധം ഉറപ്പിക്കാൻ ICT എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? സംഖ്യാബോധം ICT നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ കളിപ്പെട്ടി പോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അതിനകത്തൊക്കെയുള്ള ജികോംബ്രിക്സ്, അത്തരം സാധ്യതകളാണ് ICT-യുടെ ഉപയോഗത്തിനകത്ത് ഏറ്റവും കൂടുതൽ. അല്ലാതെ നമുക്കല്ലാതെ ഒരു സാധ്യത വളരെ
എന്താണ് എനിക്ക് അങ്ങനെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഗെയിമുകളെല്ലാം എന്താണ് സംഖ്യാബോധം അല്ലെങ്കിൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഗെയിമുകൾ അതിനകത്തുണ്ട്. അതിന്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. കുട്ടികളുടെ സ്വയം പഠനത്തിന് സഹായിക്കും. കാര്യം ഒരു ടീച്ചർ ഒരു പക്ഷേ ഇല്ലാത്തപ്പോഴും ഒരു പക്ഷേ കുട്ടിക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട് സാന്നിധ്യത്തിലൂടെ. ഇതോടെ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അഞ്ജന ടീച്ചറും കൂടെ ഒരു ചോദ്യം എന്തോ ഒന്ന് ചോദിച്ചു. അതും സാർ, ഈ നിർവീര്യീകരണം LP തലത്തിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു സാർ. കെമിസ്ട്രിയാണ് LP തലത്തില് അങ്ങനെ സാധനം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും സാധനം എന്താണ് ഒഴിച്ചിട്ട് അതിന്റെ നിറം മാറുന്ന സാധനം ഒരു സാഹചര്യം കുട്ടിയെ കാണിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് ചോദിക്കുക എന്നുള്ളത് പറയാൻ അതെനിക്ക് നിർവീകരണം ഹൈസ്കൂളിലെ ആശയമാണ്, അല്ലെങ്കിൽ UP വേറൊരു തരത്തിലെ ആശയമാണ്. അത് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അറിയാനൊക്കെ ഉള്ളൊരു ചോദ്യമായിട്ട് അറിയാൻ വേണ്ടി അതൊരു പക്ഷേ അങ്ങനെ പറയുന്ന ഒരു സാധനം അത് നിർവീകരണ ആശയം സാറേ ഇന്ന ക്ലാസ്സിലെ ആശയമാണ്, അതുകൊണ്ട് LPയുടെ കുട്ടിക്ക് അത് എന്താണ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുക പറഞ്ഞാൽ വേറെ പ്രശ്നമാണ്. ചിലപ്പോൾ ഇനി അതിനാണ് അവർ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. കാര്യം അതെനിക്ക് തോന്നുന്നത് 7ാം ക്ലാസ്സിലെ കണ്ടേ ഉള്ളൂ, 7ലാണോ ആ ഒരു ക്ലാസ്സിലേ ഉള്ളൂ. LPയുടെ കുട്ടിക്ക് ആ ഒരു ആശയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു ആശയം ഇപ്പം ആസിഡോ ബേസോ അങ്ങനെയുള്ള ഒരു സാധനം വരുമ്പോൾ അതിന്റെ അവിടെ വരുന്ന ആ നിർവീര്യീകരണത്തിന്റെ ഒരു ആശയം കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് വേണേ നമുക്ക് ആസിഡും ബേസും മറ്റേ ലിറ്റ്മസ് പേപ്പർ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള രീതിയിൽ അത് വരെ എത്തും. അതിനപ്പുറത്തോട്ട് പാടാ പ്രയാസം. നിർവീര്യീകരണം നടന്നില്ല. ഈ ആസിഡ് ആണോ ബേസോ എന്ന് അറിയാനേ അവിടെ പറ്റൂ. നിർവീര്യീകരണം നടക്കുകയാണെങ്കിൽ ഒരു ആസിഡിന് എന്ത് വേണം, അത് ആ ബേസുമായി പ്രവർത്തിച്ച് എന്ത് വേണം, ന്യൂട്രലായി മാറണ്ടേ. അതെങ്ങനെ LPയുടെ കുട്ടിയെ ബോധ്യപ്പെടുത്തും? ആസിഡ് ആൾക്കാരി എങ്ങനെ ബോധ്യപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു എന്താണ് ആസിഡ് ഇപ്പൊ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിനകത്ത് ഒരു സാധനം നോക്കി കഴിഞ്ഞാൽ ഇന്ന നിറമായിരിക്കും. അതേപോലെ എന്താണ് ഇപ്പൊ സോപ്പ് കലക്കി അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ന നിറമായിരിക്കും. അപ്പൊ ഈ നിറമാറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് ആസിഡും മറ്റേത് ബേസും ആയിട്ടുണ്ട് ആണെന്ന് LPയുടെ കുട്ടിക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ വരെ പറ്റും. പക്ഷേ ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ച് നിർവീര്യീകരണം നടക്കുന്നത് അതുമല്ല, പ്രായത്തിനനുസരിച്ചുള്ളതല്ലേ നമ്മൾ പറ്റും. അവരുടെ അപകട സാധ്യത ഉള്ളതൊന്നും നമ്മള് അതാ ഞാൻ പറഞ്ഞപ്പോ ആ ചോദ്യം അങ്ങനെ ആയിരിക്കാം. ചിലപ്പോ ചിലപ്പോ വെറുതെ എന്താണ് കാര്യങ്ങൾ അറിയാത്ത ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ചോദ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അല്ല സാർ, ചിലപ്പോ ആ സബ്ജക്ട് ചെന്ന അധ്യാപികയുടെ സബ്ജക്ട് കെമിസ്ട്രി ആയിരിക്കാം. LPയിൽ എങ്ങനെ പഠിപ്പിക്കാന്നല്ലല്ലോ ചോദിക്കേണ്ടത്, ഒരു UP ക്ലാസ് എങ്ങനെ പഠിപ്പിക്കാന്ന് ചോദിച്ചാൽ പോരെ. അവിടെയാണ് ചോദ്യത്തിന്റെ പ്രസക്തി. ഇപ്പൊ നമ്മുടെ അടുത്ത് ഏത് ചോദ്യം ചോദിക്കാം, നമ്മളിപ്പോ എന്താണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വിഷയം അറിയാമെങ്കിൽ അവർക്ക് എന്ത് ചോദ്യം ചോദിക്കാം. പക്ഷെ അത് LPയെ കുറിച്ച് പകരം UPയിൽ എങ്ങനെ പഠിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം പ്രസക്തമാണ്. അതിന് ഉത്തരം പറയാൻ ആ ടീച്ചർ ബാധ്യസ്ഥമാണ്. കാര്യം അന്നേരം അത് എന്താണ് അവർ കെമിസ്ട്രി വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ചോദ്യം ചോദിച്ചത്. പക്ഷെ LP ചോദിച്ചതാണ് ഞാൻ അതിന്റെ പ്രശ്നമായിട്ട് പറയുന്നത്. അത് അവർ ആരോടും ചോദിക്കും. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോയ സമയത്ത് എന്റെ കൂടെ വന്ന ഒരാള് അവർ കെമിസ്ട്രി പഠിച്ച ആളാണ്, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ജോലി ചെയ്തതാണ്, അവിടെ ജോലി ചെയ്തിട്ട് വന്നതാണ്. അവരോട് ചോദിച്ചതും എന്താണ് ഈ മുഴുവൻ കെമിസ്ട്രി അതേപോലെ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങളുമാണ് ചോദിച്ചത്. അവർ കെമിസ്ട്രി പോലെ പറഞ്ഞു, മലിനീകരണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളൊന്നും അവർക്കറിയത്തില്ല. കാര്യം അവിടെ ജോലി ചെയ്യുന്നവരെന്തിനാ ചട്ടം അറിയുന്നത്? അവർ ലാബിൽ ജോലി ചെയ്ത് കെമിസ്ട്രി പഠിച്ചിട്ട് ലാബിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് ഇതിന്റെ ആ കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ ഇതിനകത്ത് എന്താണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പുള്ളി ഇതിന്റെ നിയമങ്ങളാണ് അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. അവരെ മറ്റേ ഉത്തരം പറഞ്ഞ് അവർ റാങ്ക് ഉണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. അത് അവരെന്താണ് ഇങ്ങനെ നമ്മളിതാണെന്ന് അറിയുമ്പോൾ ചോദിക്കുന്ന കാര്യമുള്ളൂ. അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ യാതൊരു പ്രശ്നവും വരത്തില്ല. പക്ഷെ ചില കോമൺ സെൻസിന്റെ പേരിൽ പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ അറിയേണ്ട ചോദ്യങ്ങൾ ഉത്തരം മാത്രം പറയാതിരുന്നാലേ അവർ നമ്മളെ വിലയിരുത്തും. അല്ലാതെ ഇപ്പം നമ്മള് ഒരു മേഖലയിലായി ഇതാണെന്ന് നമ്മൾ എല്ലാ കാര്യവും അറിയേണ്ട ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ചിലപ്പം അപ്രസക്തമായ ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം. ഞാനിതിനെ അങ്ങനെ ചോദ്യമായിട്ടേ കാണുള്ളൂ, അപ്രസക്തമായ ഒരു ചോദ്യമായിട്ട് മാത്രമേ കാണുള്ളൂ. ഈ CCE കണ്ടിന്യൂസ് കോംപ്രഹെൻഷൻ ഇവാലുവേഷൻ അത് ഒരു കുട്ടികളെ സ്കൂൾ തലത്തിൽ നിന്നാണോ തുടങ്ങുന്നത് അതോ വീട്ടിൽ നിന്നേ തുടങ്ങുന്നതാണോ? അല്ല, വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങും എന്നുള്ളതാണ് സാറേ. നമ്മള് കുഞ്ഞുങ്ങളെ അമ്മമാര് ചെറിയ സമയം മുതൽ നിരീക്ഷിക്കുമല്ലോ അവരുടെ ഡെവലപ്മെന്റ്, ഒരു അർത്ഥത്തിലാണ്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു ബന്ധു BEd കഴിഞ്ഞ ഒരാളാണ്. ഇപ്പൊ അവരുടെ കൊച്ചിന് 1 വയസ്സായി.
അവര് എന്താണ് ഈ ഇത്രയും നാളും അവർ പഠിച്ച 1 വയസ്സ് വരെയുള്ള കുട്ടിയുടെ വികാസം ആ കുട്ടിയിൽ ഉണ്ടാകുന്നു എന്ന് ഓരോ ഘട്ടത്തിലും അവർ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പലപ്പോഴും കാണുമ്പോൾ പറയാം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാം. അപ്പൊ അവര് പഠിച്ച കാര്യങ്ങൾ നേടുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ എല്ലാവരും അമ്മയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന സമയത്ത് ഇന്ന കുട്ടി ഇന്നത് നേടണമെന്നുള്ളത് വിലയിരുത്താൻ പറ്റും. ആ വിലയിരുത്തലാണ് കണ്ടിന്യൂസ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ ഇപ്പൊ നമ്മുടെ കുട്ടി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ എന്താണ്, കുട്ടി ജനിച്ചു വീഴുമ്പോൾ തൊട്ടേ ഓരോ കാര്യം. അപ്പൊ അവര് അതിൽ ഒരു കാര്യം അല്പം താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആശങ്കയുണ്ടാകും, അല്ലാത്ത ഒരാൾക്ക് ആശങ്ക ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ CC എന്ന് പറയുന്ന ഒരു സാധനം എന്താണ്, അത് വീട്ടിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അത് അമ്മ മാത്രമല്ല, അച്ഛനായാലും ആരായാലും ആ ഒരു എന്താണ്, നമ്മളൊരു പക്ഷേ ഇത് പഠിക്കാത്ത ഒരാളിന് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ വിവരങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ അവനെ നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും കുട്ടിക്ക് ബർഡനായി മാറുകയും ചെയ്യരുത്. ഇത് പറയുന്ന ഒരു വശം എന്ന് പറഞ്ഞാൽ, ഇത് കുട്ടിക്ക് എന്താണ് തിരിച്ചു തോന്നരുത്, ഇവരെന്നെ അങ്ങ് ബുദ്ധിമുട്ടിക്കുന്നത് തോന്നരുത്. പക്ഷെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് ഒരു കുട്ടിയെ ചെയ്യാൻ പറ്റും. ഒരു ക്ലാസ്സിൽ 30 കുട്ടി വരുമ്പോഴാണ് ഇതിന്റെ പ്രയാസം വരുന്നത്. ഓക്കെ ഓക്കെ സാർ, ക്രോഡീകരിക്കട്ടെ. നിങ്ങള് ബുദ്ധിമുട്ട് ഇല്ലല്ലോ അല്ലേ? വേറെ സംശയമൊന്നും ഇല്ലല്ലോ? സമയം ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു ടെൻഷൻ, ഇനി വീടുകളിലെ അവസ്ഥ അറിയില്ല. സാറേ ഒരുപാട് നന്ദി. അതായത് ഈ ഒരു മേഖലയിൽ സാറ് തരുന്ന അറിവ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉള്ളത്. ഇത്രയോ വർഷങ്ങളായിട്ട് VRC ട്രെയിനറായിട്ടും അതുപോലെ തന്നെ പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ നിന്നും ആദ്യമായിട്ടല്ല, പലതവണ പോയതും ക്വസ്റ്റ്യൻ നിർമ്മാണത്തിന്റെ ഭാഗമായതും ഒക്കെ കൊണ്ട് നേരിട്ട് സാറിൽ നിന്ന് കിട്ടുന്ന അറിവോളം ഞങ്ങൾ എത്ര വായിച്ചെടുത്താലും ഒന്നും വരില്ല. അതുകൊണ്ടാണ് സാറിനെ ഞാൻ ശല്യം ചെയ്ത് കൊണ്ടുവന്നത്. ഇല്ല, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇന്നേ പറ്റുമായിരുന്നു, അതുകൊണ്ടാണ് ഈ ആക്കിയത്. നാളെ പ്രശ്നമുണ്ട്, പിന്നെ മറ്റന്നാൾ മുതൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എഡിറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 5-ാം തീയതി ഇന്റർവ്യൂ ഉള്ളത്. അതെ അതുകൊണ്ടാണ് എടുക്കാം. അപ്പൊ 1 മണിക്കൂർ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് പ്രശ്നമില്ല. ഇല്ല സാറ് പോലെ തന്നെ ഇന്ന് കുറെ ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. യാത്രയുടെ കാര്യവും അങ്ങോട്ട് വന്ന് കയറി ഒരു 5 മിനിറ്റ് റെസ്റ്റ് അത്രയല്ലേ കിട്ടിയുള്ളൂ. അതൊക്കെ അപ്പൊ ഒരുപാട് നന്ദി സാർ. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനൊരിത് കിട്ടി. പിന്നെ അത് യഥാർത്ഥം ഇങ്ങനെ ചെയ്ത കാര്യം നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാല് അത് എന്താണ്, ഷെയർ ചെയ്ത് വെച്ചത് കൊണ്ട് ഇപ്രാവശ്യം എനിക്കത് പറയേണ്ടി വന്നില്ല. മറ്റൊരു കാര്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ കാര്യവും നല്ലതാണ്. പുതിയൊരു മേഖലയായി ബന്ധപ്പെട്ട് പറയാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഒരു വിലയിരുത്തൽ നോക്കിയിട്ട് ഇവിടെ നിങ്ങളെ എന്താണ്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറച്ചുകൂടെ നല്ല സംശയങ്ങളാണ് ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഞാൻ ചോദിച്ച ഇപ്പൊ ചോദിച്ച സംശയങ്ങൾ ഞാൻ വീണ്ടും കേട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്. പക്ഷെ ഇപ്പം പറഞ്ഞത് അങ്ങനല്ല, കുറച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ ചോദിക്കുന്ന സംശയമാണ്. അപ്പം ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യം ചോദിക്കുന്നവരെ വിലയിരുത്താൻ പറ്റും. ഈ ചോദ്യം ഇയാൾ ചോദിച്ചോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ക്ലാസ് ഇവർക്ക് നേരത്തെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞ ഒരു കുറെ പുസ്തകം ഉൾപ്പെടെയൊക്കെ വായിച്ചിട്ടുണ്ട്, അത് കേട്ടു. അപ്പൊ പുസ്തകം ഉൾപ്പെടെ കുറെ വായിച്ചിട്ടുണ്ടല്ലോ. പുസ്തകം ഉൾപ്പെടെ പിന്നെ അതുപോലെ ഇതിനോട് അടുത്ത് കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കാണുന്നത് ഈ ചോദ്യത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് കുറച്ചുകൂടെ നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ ചില സാധ്യതകൾ നിങ്ങൾക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ളതാണ്. ആ സാധനം വായിക്കുക എന്നുള്ളത്. അതേപോലെ പുസ്തകങ്ങളുടെയൊക്കെ എന്താണ് ഈ ഹാൻഡ് ബുക്കിനകത്ത് അതിന്റെ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ. ആ ഗ്രിഡിനകത്താണ് ഈ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പൊ ആ ഹാൻഡ് ബുക്കുകളുടെയൊക്കെ ഗ്രിഡ് എടുത്തൊന്ന് വായിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൂടെ ചെയ്തുകൊണ്ട് പിന്നെ പേജ് നമ്പർ 252 പേജ് ഉണ്ട് സാർ പറയുന്ന ഈ പുസ്തകം. അത് തന്നെ അത് മൊത്തം വായിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും ഓടിച്ചൊക്കെ വായിച്ചു. ആമുഖ ഭാഗങ്ങളിൽ തന്നെ ഏകദേശം നമുക്ക് ധാരണ കിട്ടുന്നുണ്ട് കരടിലേക്ക്. അപ്പൊ അത് നല്ലൊരു ബുക്കാണ്. ഞാൻ തന്നെ ഇപ്പൊ അതിലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി റെഫർ ചെയ്ത ഒരു കാര്യം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞൊരു കാര്യമാണ്, ഇന്റർവ്യൂവിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് നിങ്ങളൊരു ടീച്ചർ. ഞാൻ ഈ ഒരു അവസരത്തെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ വന്ന ഒരു അവസരത്തെ ഞാൻ ഒരു പക്ഷേ അല്പം എനിക്ക് ബുദ്ധിമുട്ടില്ല. ഈ ഇപ്പൊ യാത്ര ചെയ്ത് വന്നാലും എനിക്ക് ക്ലാസ് എടുക്കുന്ന സംസാരിക്കുന്നത് എനിക്ക് യാതൊരു പ്രയാസമില്ല. അതെന്റെ ഇത്രയും നാളത്തെ അനുഭവമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നാളെ ടീച്ചറായി മാറുമ്പോൾ നിങ്ങൾ നല്ല ടീച്ചറാവാൻ നിങ്ങളെ സഹായിക്കുന്നെങ്കിൽ നല്ലതെന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരവസരം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേറ്റത്തിന് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാര്യം
ഒരാൾക്ക് കേറ്ററ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരാളിന് നല്ല ടീച്ചർ ആവാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ അനുജ വിളിച്ചപ്പോഴും ഞാൻ വന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ നിങ്ങൾ നല്ല ടീച്ചർ ആവാൻ സഹായിക്കുന്ന കാര്യങ്ങൾ കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഒക്കെ ഈ ഒരു അവസരം തന്നതിന് നിങ്ങളെ വളരെ നന്നായിട്ട് കേട്ടത്, നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിനൊക്കെ നന്ദി. താങ്ക് യു. അവൻ എന്നും ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും. ഇരിക്കുന്ന ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് നല്ലതാണ്, അതൊരു രസമാണ്. ശരി സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാരും ഓടിക്കോ. ഞാൻ